ടോം 7 നടക്കില്ല. ഇപ്പോ ഷെയ്ഖ് ഹസീനയോടും ഇവരുടെ പരിപാടി നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയാണ് സംഘടിതമായി അവരെ താഴെ ഇറക്കിയത്. അതുപോലെ നരേന്ദ്രമോദിയോട് നടക്കത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതുപോലെ അവര് സംഘടിതമായി ആക്രമിക്കും. എൻ്റെ പേര് റിയൽ ആണ് കേട്ടോ തമ്പുരാൻ, വളരെ സന്തോഷം. ഓ, ഫാൻ ഇടാൻ മറന്നുപോയി. എല്ലാവരും കണ്ടിട്ടുണ്ടാകും, യഹിയ സിൻവാർ എന്നെ അടുത്തതായിട്ട് ഇസ്രായേൽ തെറിപ്പിക്കാൻ പോകുന്ന തലയാണ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജൂതപ്പട, ഭയന്ന് പിന്മാറുന്നവരല്ല. 8 കോടിയോളം ജനസംഖ്യയുള്ള ഇറാനോട് ശക്തമായി ഫൈറ്റ് ചെയ്യുകയാണ് 1 കോടി പോലും ഇല്ലാത്ത ഇസ്രായേൽ. അതിൽ നിന്ന് തന്നെ അവരുടെ ധൈര്യവും ആത്മവീര്യവും അവരെത്രമാത്രം യോദ്ധാക്കളാണ് എന്നതും വ്യക്തമാണ്. ഇപ്പോ അവിടെ കയറിയിട്ടാണ് 21 ഇറാന്റെ മണ്ണിനകത്ത് കയറിയിട്ടാണ് ഇസ്രായേല് അവരുടെ ഹമാസിന്റെ നേതാവും ഇറാന്റെ അതിഥിയുമായിരുന്ന ഇസ്മായിൽ ഹനിയയുടെയും ലെബനനിലെ കമാൻഡറുടെയും തല പറിച്ചെടുത്തത്. അന്ന് തന്നെ കൊമേനി ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇന്നേക്ക് ദിവസം എത്രയായി ഇസ്മായിൽ ഹനിയയുടെ തല തെറിച്ചിട്ട്? എപ്പോ കറണ്ട് ഇല്ല, അങ്ങനെ ചില പ്രയാസമുണ്ട് ഇവിടെ. വൈഫൈ ഇടയ്ക്കിടയ്ക്ക് പോയും വന്നും ഇരിക്കും. കറണ്ട് പോകും വരും, കറണ്ട് പോകും വരും. അതുകൊണ്ടാണ് ഈ ഇരുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ശരി, ഈ ഇസ്മായിൽ ഹനിയയുടെ തല തെറിച്ച ഉടനെ ഇറാനിലെ കൊമേനി പ്രഖ്യാപിച്ചതാണ് ഇസ്രായേലിനോട് യുദ്ധം. ഇതുവരെ ഇസ്രായേലിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും ഇറാന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ അതിർത്തി കത്തിച്ച് കാണിച്ചു കൊടുത്തു ഇസ്രായേൽ ഭയക്കുന്നവരല്ലെന്ന്. സാധാരണക്കാരെയും ഇസ്രായേലിന്റെ ഭരണകർത്താക്കളെയും മുഴുവനും ടണലുകളിൽ, ഭൂഗർഭ അറകളിൽ മാസങ്ങളോളം സുഖമായി ഇരിക്കാനുള്ള സംവിധാനവും സന്നാഹങ്ങളും ഉണ്ടാക്കി ഇസ്രായേൽ ആർമി. കാരണം ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ മുൻകരുതലുകൾ ഉണ്ടാകണം, പ്രീ പ്ലാനിങ്ങുകൾ ഉണ്ടാകണം. യുദ്ധത്തിന്റെ ചോര തിളയ്ക്കുന്ന രണഭൂമിയിലൂടെ നടന്നു വരികയും അതിനെ അതിജീവിക്കുകയും ചെയ്ത ഇസ്രായേലിയർക്കറിയാം എങ്ങനെയാണ് ഇതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടതെന്ന്. ആ രൂപത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനും ഇറാഖും ചൈനയും റഷ്യയും ഇവരൊക്കെ ഒരുമിച്ച് വന്നാലും ശരി, ഇസ്രായേൽ അതിനെ നേരിടും. കാരണം ഇസ്രായേലിന്റെ ഉള്ളിലുള്ളത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം മാത്രമാണ്. അവർക്ക് നിലനിന്നേ പറ്റൂ ഈ മേഖലയിൽ. അതുകൊണ്ട് ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമുഖത്തായതുകൊണ്ട് അവരുടെ പോരാട്ടത്തിന് വീര്യം വർദ്ധിക്കും. അവരുടെ മതപുസ്തകത്തിൽ പറഞ്ഞതുപോലെ അന്യമത വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യാനും അവരുടെ മതരാജ്യവും മതനിയമവും മതഭരണവും സ്ഥാപിക്കുന്നതിനു വേണ്ടിയോ അല്ല ജൂതന്മാർ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അവർക്ക് ഇവിടെ നിലനിന്ന് പോകണ്ടേ, അതിനുവേണ്ടി മാത്രമാണ്. അവർക്കിവിടെ ജീവിക്കണമല്ലോ, അവരും ഈ ഭൂമിയുടെ അവകാശികളാണല്ലോ. അന്ന് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് റഷ്യ കണ്ടമാനം ആയുധങ്ങൾ ഇറക്കി കൊടുത്തു ഇറാന്. ചൈനയുടെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ഇറാനുണ്ട്. ഇറാഖും സിറിയയും പലസ്തീനും
കട്ടയ്ക്കു കൂടെയുണ്ട്. എന്തു വീഴ്ച വന്നാലും ഇറാനെ പിടിച്ചു നിർത്താൻ യമനികളും കൂടെയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും എതിർഭാഗത്തുള്ളത് ഇസ്രായേലാണ്. ഇറാന്റെ കയ്യിൽ സൈനികരുണ്ട്, ആയുധങ്ങളുണ്ട്, ഐഡിയകളുണ്ട്, സാങ്കേതിക വിദഗ്ധരുണ്ട്, സഹായിക്കാൻ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് പിന്തുണയുമുണ്ട്. എന്നാലും എതിർഭാഗത്തുള്ളത് ഇസ്രയേലായതുകൊണ്ട് ഒന്ന് കരുതി മാത്രമേ ഇറാൻ യുദ്ധത്തിനിറങ്ങൂ. പിന്നെ നമുക്ക് ഇറാനെ അറിയാം. ഇറാൻ ഒരിക്കലും നേരിട്ട് ഇസ്രയേലിനോട് കൊമ്പ് കുറുക്കില്ല. മറ്റുള്ളവരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്ന രീതിയാണ് എല്ലാ കാലവും ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഇറാന്റെ ലക്ഷ്യം അത് തന്നെയാണ്. മറ്റാരെയെങ്കിലും മുമ്പിൽ നിർത്തി യുദ്ധം ചെയ്യുക. അതിന് ഇറാൻ കണ്ടുപിടിച്ച മദ്രസ പൊട്ടന്മാരാണ് ഹമാസ് ഭീകരർ, യമനികൾ, ഹൂതികൾ, ഐസിസുകാർ. പക്ഷേ എതിർഭാഗത്തുള്ളത് ജൂതന്മാരായതുകൊണ്ട് ഇവരുടെ ഒരു ഐഡിയയും അവരോട് നടന്നില്ല. എന്നു മാത്രമല്ല, തിരിച്ചടി കിട്ടിയപ്പോൾ മോങ്ങിക്കാറാൻ മാത്രമേ ഇവർക്ക് സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോ തലതെറിച്ചത് ഇസ്മായിൽ ഹനിയയാണ്. ഇനിയും ഇസ്മായിൽ ഹനിയയുടെ സ്ഥാനത്ത് പുതിയ അധികാരിയായി വരുന്നതാരാ? ഇസ്രായേലിന്റെ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളുടെ നോട്ടപ്പുള്ളിയായ യഹിയ സിൻവാർ. യഹിയ സിൻവാറിന്റെ തല എത്രയോ മുമ്പേ തന്നെ ഇസ്രായേൽ ലിസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ യഹിയ സിൻവാറിനെ പുതിയ രാഷ്ട്രീയ കാര്യ മേധാവിയായി തെരഞ്ഞെടുത്തതിൽ പ്രതികരണവുമായി ഇസ്രായേൽ നേതാക്കൾ എത്തി. ഈ തല ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. അടുത്തതായി മണ്ണിൽ കിടന്നുരുളാൻ പോകുന്ന തല യഹിയ സിൻവാറിൻ്റെതാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ, അയാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ചെയ്തോ. നിങ്ങൾ എന്തു മാർഗവും സ്വീകരിച്ചോ. ഇസ്രായേൽ പറഞ്ഞിട്ട് യഹിയ സിൻവാറിന്റെ തലയെടുക്കാൻ നിൽക്കുവാണ്. എന്റെ തലയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. ശരി, അത്രയ്ക്ക് വിലയുണ്ട് എന്റെ തലയ്ക്കല്ലേ, യഹിയ സിൻവാറിന്റെ തലയോളം. ശരി, ഇപ്പോ ഇസ്രായേലിനറിയാം യഹിയ സിൻവാർ കൊടും ഭീകരനാണെന്ന്. വീണ്ടും ഇന്നും ഇസ്രായേൽ അത് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൊടും ഭീകരനാണ്. ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്സ് വളരെ വ്യക്തമായി പറഞ്ഞു, കൊടും ഭീകരനാണ് യഹിയ സിൻവാർ. ഈ യഹിയ സിൻവാറിന്റെ തല ഇസ്രായേലിന് അത്രയേറെ പ്രിയപ്പെട്ടതായതുകൊണ്ട് ഇസ്രായേൽ ആ തലയെടുക്കും. നിങ്ങൾ എവിടൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, നിങ്ങൾ ഏതു കൂടുകൂട്ടി സംരക്ഷിച്ചാലും ശരി, അവിടെ തക്ഷകനായി ഇസ്രായേൽ ഉണ്ടാകും. ഹമാസ് മേധാവിയായിട്ടുള്ള നിയമനം യഹിയ സിൻവാറിനെയും സംഘത്തെയും ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാനുള്ള മറ്റൊരു കാരണം മാത്രമാണെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാട്സ് പ്രതികരിച്ചത്. ഒക്ടോബർ 7-ാം തീയതി നിരപരാധികളായ, നിസ്സഹായരായ, നിരായുധരായ 1400ഓളം ആളുകളെ നിഷ്കരുണം കൊലപ്പെടുത്തുകയും 257ഓളം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്ത് നിരവധി സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ കഴുത്തറുത്ത് കൊന്ന ആ ഒരു ഭീകരതയുണ്ടല്ലോ, ആ ഓപ്പറേഷന്റെ ഫുൾ ഉത്തരവാദി യഹിയ സിൻവാർ ആയിരുന്നു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരി ഒക്ടോബർ 8-ാം തീയതി രാവിലെ തന്നെ ഇത് പ്രസ്താവിച്ചതാണ്.
യഹ്യാ സിൻവാറിന് ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. അത് മുഹമ്മദ് ദെയ്ഫിനും ഒക്ടോബർ 7-ാം തീയതി ആക്രമണം നടത്തിയ മറ്റുള്ളവർക്കും അരികിലാണ്. യഹ്യാ സിൻവാറിന് വേണ്ടി നിങ്ങൾ ഒരുക്കുന്ന ഏത് കൊട്ടാരത്തെയും ഏത് കിരീടത്തെയും തകർത്ത് യഹ്യാ സിൻവാറിന്റെ പ്രിയപ്പെട്ട തല ഞങ്ങൾ കൊണ്ടുപോകും എന്ന് ഡാനിയൽ ഹഗാരി പബ്ലിക്കായിട്ട് പ്രസ്താവിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോ ഡയറക്ടറും അതേ രൂപത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഹമാസിന്റെ തീവ്രവാദ വിഭാഗവും രാഷ്ട്രീയ വിഭാഗവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് യഹ്യാ സിൻവാറിനെ പുതിയ സ്ഥാനപതിയായി നിയമിച്ച നിയമനം എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ആദ്യം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു, കിട്ടുന്ന ഹമാസ് നേതാക്കളുടെ ഒക്കെ തലകൾ ജീവൻ പോകാതെ തന്നെ കിട്ടിയാൽ അത്രയും നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്കൊരു പ്രത്യേക സാഹചര്യത്തില് ജീവനുള്ള തല കിട്ടിയിട്ടില്ലെങ്കിലും അവന്റെ തലയായാ മതി. ആരുടെ ഉള്ളിലാണ് വിഷം? CR7 എന്റെ ഉള്ളിലെ വിഷത്തെ കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത്? CR7 എന്ന് പറഞ്ഞടാ, ആരുടെ വിഷത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്? മെന്റൽ ഇഷ്യൂ ഉള്ളവൻ മെന്റൽ ഹോസ്പിറ്റലിൽ പോടാ. പോയാ? CR7 കോയ കുഞ്ഞുങ്ങളുടെ വിഷത്തെ കുറിച്ചാണ് സംസാരിച്ചത്. ഓക്കെ 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 ഓക്കെ, ശരി. അപ്പോ ഇനി ഇവരുടെ തല ജീവനോടെ തന്നെ കിട്ടുന്നതാണ് നമുക്ക് ഏറെ നല്ലത്. ഇനി അതല്ലെങ്കിൽ കുഴപ്പമില്ല, ജീവനില്ലാത്തതാണെങ്കിലും കിട്ടിയാ മതി. അങ്ങനെയാണ് ഹമാസ് ഭീകരരുടെ തലകൾ ഇസ്രായേൽ ഭരണാധികാരികൾക്ക് മുമ്പിൽ അടുക്കി വെച്ചിട്ട്, പ്രിയ പ്രധാനമന്ത്രി, ഈ രാജ്യം കാക്കുന്നതിനു വേണ്ടി, ജൂതന്മാരുടെ നിലനിൽപ്പിനു വേണ്ടി, മനുഷ്യത്വത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി, ലോകത്തിന് മുഴുവനും സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഏതേത് തലകളാണ് പ്രധാനമന്ത്രി ആദ്യം ഞങ്ങൾ കൊണ്ടുവരേണ്ടത്? രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ആർമിയെ കിട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാ രാജ്യത്തിന്റെ ആർമിയും രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉള്ളവരായിരിക്കും. അങ്ങനെ ആയിരിക്കണം, അങ്ങനെയുള്ളവരെ തന്നെയാണ് എടുക്കുന്നത്. നെഗറ്റീവ് കമന്റുമായിട്ട് വരുന്നവർക്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഉള്ളവർ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു ഉപകാരമാണ്. അതല്ലെങ്കിൽ വിഷയത്തിൽ നിന്നും മാറി എന്നെ ഇവര് പ്രകോപിതയാക്കും. അപ്പോ എനിക്കൊരു വയലേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവരെന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കും. അപ്പൊ തിരിച്ച് ഞാൻ അവന്റെ തന്തയുടെ തള്ളയ്ക്ക് വിളിക്കും. അതിനെക്കാട്ടി നല്ലത് നിങ്ങൾ തന്നെ മറുപടി കൊടുത്താൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അങ്ങ് ആയിത്തീർന്നോളും. അതാണ് നല്ലത്. കാരണം ഈ വീഡിയോ പിന്നീട് കേൾക്കുന്നവർ ഈ ചാറ്റ് ബോക്സിൽ എന്ത് എഴുതിയപ്പോഴാണ് ഞാൻ മറുപടി പറഞ്ഞത് എന്ന് അവര് കാണുന്നില്ല. അവര് നമ്മുടെ വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോ ഈ തെറി കമന്റ് ഇടുന്ന ആളുകൾ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. അക്ഷരത്തെറ്റില്ലാതെ 10 ചീത്ത എഴുതി പഠിച്ചിട്ടേ വരൂ. ഇപ്പൊ ഏതാണ്ട് ഒരു നാണം കെട്ടിട്ടുണ്ട്. അക്ഷരത്തെറ്റോടുകൂടി മലയാളം എഴുതിയിട്ടേ മലയാള ഭാഷയെ വ്യഭിചരിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരെന്ന് കേരളക്കര മനസ്സിലാക്കിയത് കൊണ്ട് തെറിയെങ്കിലും അക്ഷരത്തെറ്റില്ലാതെ എഴുതണമല്ലോ. അതുകൊണ്ട് അവരിപ്പോ പഠിക്കുന്നുണ്ട് നന്നായിട്ട്. ശരി, അപ്പോ യഹ്യാ സിൻവാറിന്റെ തലയാണ് അടുത്തതായി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സൈനികരോട് ആവശ്യപ്പെട്ടത്. നെതന്യാഹുവിനറിയാം, ഇസ്മായിൽ ഹനിയയെ പോലെ തന്നെ ഏത് കരിങ്കൽ കൂടുകൂട്ടി ഏത് കൊട്ടാരമുണ്ടാക്കി അതിനകത്തിരുന്നാലും ശരി, എന്റെ സൈനികർ ഞാൻ ആവശ്യപ്പെടുന്ന തല എന്റെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കും എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവസാനത്തെ ഹമാസ് ഭീകരനെയും
ഇല്ലാതാക്കിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല. ഇത് നെതന്യാഹു ആദ്യം പ്രഖ്യാപിച്ചതാണ്. ഇനിയും ജീവനോടെയോ അതല്ലാതെയോ യഹ്യാ സിൻവാറിന്റെ തല ഇസ്രയേലിലെ ഭരണാധികാരികളുടെ കാൽ കീഴിലെത്തുന്നതുവരെ വിശ്രമമില്ലാതെ ഈ ഓപ്പറേഷൻ തുടരാനാണ് ബ്യൂറോ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. യഹ്യാ സിൻവാറിന് വേണ്ടിയുള്ള വേട്ടയ്ക്ക് വിരാമമില്ല. ഒക്ടോബർ 7-ാം തീയതി ഇസ്രയേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമായി കണക്കാക്കുന്നത് യഹ്യാ സിൻവാറിനെയാണ്. ഈ ആക്രമണത്തിന് ശേഷം സിൻവാർ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല. ഇവരിതെല്ലാം ചെയ്തിട്ട് ഇവർക്ക് സമാധാനമുണ്ടോ? മനസമാധാനത്തോടെ നിർഭയമായി കുടുംബത്തോടൊപ്പം 1 മണിക്കൂർ ചെലവഴിക്കാൻ ഇവർക്ക് പറ്റാറുണ്ടോ? അള്ളാഹുവിനെ വിജയിപ്പിക്കാനും ഇസ്ലാമിക മതത്തെ വളർത്താനും ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഇവർക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ. ഇവർ അർഹിക്കുന്നത് തന്നെയാണ്. ഇതിനപ്പുറമാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ശരിക്കു പറഞ്ഞാൽ കരണ്ട് വലിയ വിഷയമാണ്. അപ്പോ ഇസ്മായിൽ ഹനിയ, മുഹമ്മദ് ദൈഫ്, യഹ്യാ സിൻവാർ, ഖാലിദ് മിഷേൽ, മർവാൻ ഈസ, ഇത്രയും ആളുകളെ ഞങ്ങള് വധിക്കുമെന്ന്, ഇത്രയും ആളുകളുടെ തലകൾ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒക്ടോബർ 8-ാം തീയതി പ്രതിജ്ഞ എടുത്തതാണ്. അതിൽ ഇസ്മായിൽ ഹനിയയുടെ തല തെറിച്ചു കഴിഞ്ഞു, മുഹമ്മദ് ദൈഫിന്റെ തല തെറിച്ചു കഴിഞ്ഞു. ഇനിയുമുള്ളത് 3 തലകളാണ്. യഹ്യാ സിൻവാറിന്റെയും മർവാൻ ഈസയുടെയും ഖാലിദ് മിഷേലിന്റെയും. ഖാലിദ് മിഷേൽ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നുണ്ട്. ഇസ്രായേൽ ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് നമുക്കത് വിശ്വസിക്കണ്ട. ഇത്രയും ആളുകളുടെ തല ഇസ്രായേലിന്റെ മനസമാധാനത്തിന് അനിവാര്യമാണ്. ഇതിലെ ഗാസയിൽ ഒളിച്ചു താമസിക്കുന്ന യഹ്യാ സിൻവാർ മാത്രമേ ഇപ്പോൾ ശേഷിക്കുന്നുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഖാലിദ് മിഷേലിന്റെ മയ്യത്ത് നമ്മൾ കണ്ടതാണ്. ഇസ്രായേലിനൊരു സ്വഭാവമുണ്ട്, 8 കാലി മമ്മൂഞ്ഞ് ചമയില്ല, യഥാർത്ഥ മമ്മൂഞ്ഞ് പോലും ചമയില്ല. ഇപ്പോ ഖാലിദ് മിഷേലിന്റെ തലയെടുത്തു. ഖാലിദ് മിഷേലാണ് നമ്മുടെ കേരളത്തിലെ മലബാറിന്റെ മണ്ണിൽ വെർച്വൽ മീറ്റിംഗിന് പങ്കെടുത്തത്. ഞങ്ങളാണ് കൊന്നത്, ഞങ്ങൾ അവനെ അങ്ങനെ കൊന്നു, ഞങ്ങൾ അവനെ ഇങ്ങനെ കൊന്നു, ഒന്നും പറയാൻ നിൽക്കാറില്ല. അതുപോലെ മർവാൻ ഈസയുടെ തലയും ഇതിനു മുമ്പ് തന്നെ തെറിച്ചിരുന്നു. അതും മൊസാദ് ഇതുപോലെ ഗീർവാണങ്ങളും ഒന്നുമായി വന്നില്ല. ഞങ്ങളാണ്, അവർക്കാരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അവരിതെല്ലാം ചെയ്യുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണ്, ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അപ്പൊ ഇസ്രായേൽ ഇത്രയും തലകൾ ഞങ്ങൾക്ക് വേണമെന്ന് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഇവരാരും ഗാസയിൽ നിന്നില്ല. പലസ്തീനിലെ ഒരു പ്രവിശ്യയിലും ഇവരാരും നിന്നില്ല. ഇവര് നേരെ ഖത്തറിൽ പോയി അഭയം പ്രാപിച്ചു. അങ്ങനെ തുർക്കിയിലും ഇറാനിലും ഇവര് പോയി അഭയം പ്രാപിച്ചു. ഖത്തറിന്റെ മുകളിൽ അതിർത്തിയിൽ മൊസാദിന്റെ വിമാനം ഇങ്ങനെ വട്ടം ചുറ്റി പറന്ന സമയത്ത് ഖത്തർ പറഞ്ഞു, ഇവിടെ ഇട്ട് തീർക്കരുത്. മൊസാദ് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഖത്തറിനും അറിയാം. തുർക്കിയിലും അതുപോലെ. തുർക്കിയും പറഞ്ഞു, ഇവിടെ നിങ്ങൾ യുദ്ധം ചെയ്യരുത്, ഇവിടെ ഇട്ട് തീർക്കരുത്. പക്ഷെ ഇറാൻ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇറാന്റെ അകത്തിട്ട് തന്നെ ഈ നേതാക്കളെ തീർക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്.
ഇനി ആകെ ബാക്കിയുള്ളത് യഹിയ സിൻവാർ എന്ന ഭീകരൻ മാത്രമാണ്. അവരെയാണ് ഇപ്പോൾ പുതിയ സ്ഥാനപതിയാക്കിയിരിക്കുന്നത്. ഈ ആക്രമണത്തിന് ശേഷം യഹിയ സിൻവാർ ഈ ഡിക്ലറേഷൻ പറഞ്ഞല്ലോ, എങ്ങും പോകാറില്ല. ഖത്തറിൽ തന്നെ കാണാനാണ് സാധ്യതയെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. നിൽക്കട്ടെ. ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, മുഹമ്മദ് ദെയ്ഫ്, ഖാലിദ് മിഷേൽ, മർവാൻ ഈസ, ഇത്രയും തലകൾ മാത്രമാണ് ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടത്. ഇപ്പോ ഗാസയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു, കൃത്യമല്ല. പക്ഷേ ഇവൻ എവിടെയായിരുന്നാലും സേഫ് അല്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്. എവിടെയാണെങ്കിലും ആ തല ഞങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് യഹിയ സിൻവാർ ഗാസയിലെ ഏതെങ്കിലും തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുവാണോ, അതോ ഖത്തറിലോ തുർക്കിയിലോ ഈജിപ്തിലോ ഇറാനിലോ ആണോ? എവിടെയായിരുന്നാലും മൊസാദിന്റെ റഡാറില് യഹിയ സിൻവാർ ഉണ്ട്. ഇപ്പോ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിനു പിന്നിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദാണ് എന്ന് ഏതാണ്ട് വെളിപ്പെടുത്തിയിട്ടാണ് തുർക്കി മാധ്യമങ്ങൾ മുന്നോട്ട് വന്നത്. പക്ഷേ കൊലപാതകി എന്ന് അർത്ഥം വരുന്ന വാക്കിന് പകരം ഇന്ത്യൻ ബന്ധം തോന്നിക്കുന്ന പേര് തെറ്റായി മനസ്സിലാക്കിയതാണ് തുർക്കി മാധ്യമങ്ങളെ ഇന്ത്യക്കാരനാണ് കൊന്നത് എന്ന് പറയാൻ പ്രേരിപ്പിച്ചത്. അതായത് അയച്ചവരിൽ ഒരാൾ ഇന്ത്യൻ വംശജനാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു പേരടക്കം പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ തുർക്കി റിപ്പോർട്ട് ചെയ്തത്. പുതിയ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് കൊലപ്പെടുത്തിയത്. ഒരുപാട് പരിവാരങ്ങൾ ഉണ്ടായിരുന്നിട്ടും മറ്റൊരു രാജ്യത്ത് കയറി. ഇതിന് മൊസാദ് 2 ഇറാൻ ഏജന്റുമാരെ വിലക്കെടുത്തു എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ ഒരാള് ഇന്ത്യയിൽ ആഴത്തിൽ വേരുകളുള്ള അമിത് നാകേഷ് ആണ് എന്നാണ് തുർക്കിയിലെ ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. ഓരോ രാജ്യങ്ങളും ഓരോ രൂപത്തിലായിരിക്കുമല്ലോ വാർത്തകളെ നോക്കിക്കാണുന്നത്. നമ്മളാണെങ്കിലും അതെ, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പലപ്പോഴും മാപ്പുമൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നത് കണ്ടിട്ടില്ലേ? ചിലരുടെ കമന്റ്സ് കണ്ടാലേ ഒന്നും പറയണ്ട. ഇന്ത്യയില് വ്യാപകമായി ഉപയോഗിക്കുന്ന പേരുകളായതുകൊണ്ട് അമിത് നാകേഷ് ഇന്ത്യൻ വംശജനായ ഇസ്രായേൽ പൗരനാണ് എന്നുവരെ തുർക്കി മാധ്യമങ്ങൾ എഴുതി. ഹനിയയുടെ വധത്തിന് പിന്നിൽ മൊസാദാണ് എന്ന റിപ്പോർട്ടുകളെ പരിഹസിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ഇസ്രായേൽ അനുകൂലികൾ ഒരുപാട് ട്രോളുകൾ പ്രചരിപ്പിച്ചു. ഇതിൽ കൊലപാതകി എന്ന അർത്ഥം വരുന്ന ഹമിദ് നാകേഷ് എന്ന ഹീബ്രു വാക്കും അത് വക്രീകരിച്ച് അമിത് നാകേഷ് എന്നാക്കി തുർക്കി മാധ്യമങ്ങൾ ഇന്ത്യക്കാരനുമാക്കി അയാളെ. പിന്നീട് തെറ്റു മനസ്സിലാക്കിയ തുർക്കി മാധ്യമങ്ങൾ തിരുത്തി. പക്ഷേ എക്സ് അടക്കമുള്ള മാധ്യമങ്ങളിൽ വ്യാപകമായി ഇത്തരം ട്രോളുകൾ പ്രചരിക്കുന്നുമുണ്ട്. അപ്പം ഇവര് വിചാരിക്കുന്നത്ര ലാഘവത്തോടെ, ഒരു പൂ പറിക്കുന്ന ലാളിത്യത്തോടെ ഇസ്രായേലിനെ അങ്ങ് ഷേവ് ചെയ്യാമെന്നും ഇസ്രായേലിനെ അങ്ങ് മൊട്ടയടിച്ചു കളയാമെന്നുമൊക്കെയാണ് ഇവര് വിചാരിച്ചതെങ്കിൽ നടക്കില്ല. യഹിയ സിൻവാറിന് ശേഷം ഇനി ആര് എന്ന ചോദ്യം ബാക്കിയാണ്. ഇസ്മായിൽ ഹനിയയ്ക്ക് ശേഷം യഹിയ സിൻവാർ എന്ന വിഷയം ഉയർന്നു വന്നു. പക്ഷേ ഈ തല കൂടി തെറിച്ചാൽ അടുത്ത ഒരു തല ഹമാസിന് തിരഞ്ഞെടുക്കാനില്ല. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗം ചുമതല
യഹിയ സിൻവാറിന് കൈമാറിയിട്ടുണ്ട് ഹമാസ്. ചൊവ്വാഴ്ച നേരം ഏറെ വൈകിട്ടാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് ഹമാസിന്റെ ഗാസ വിഭാഗം ചുമതലയുള്ള യഹിയ സിൻവാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതിയിൽ നിലനിൽക്കെ കടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകേട്ട യഹിയ സിൻവാർ ചുമതലയേൽക്കുന്നതിനെ ആശങ്കയോടെയാണ് ഇസ്രായേൽ ഉൾപ്പെടെ വീക്ഷിക്കുന്നത്. കാരണം അപകടകാരിയായ വ്യക്തിയാണ് യഹിയ സിൻവാർ. ഗാസ ആസ്ഥാനമായിട്ടാണ് യഹിയ സിൻവാർ കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തിന്മയുടെ മുഖം എന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന യഹിയ സിൻവാർ അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ മുൻനിരക്കാരനിൽ ഒരാളാണ്. അതുകൊണ്ടാണ് യഹിയ സിൻവാറിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് ഇസ്രായേലിന് നൽകുന്നത്. തന്നെയുമല്ല, വെടിനിർത്തൽ ചർച്ചകളോട് ഇസ്മായിൽ ഹനിയ സ്വീകരിച്ച അനുകൂല നിലപാട് ഇനി ഉണ്ടാകില്ല എന്ന സൂചനകളാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ ഹമാസ് മുന്നോട്ട് വെക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകളോട് ഒരു രൂപത്തിലും വിട്ടുവീഴ്ച മനസ്ഥിതിയോടെ ഹമാസ് മുന്നോട്ട് വച്ച ഏതെങ്കിലും ഒരു ആവശ്യം, ഒരു നിബന്ധന ഇസ്രായേൽ അംഗീകരിച്ചിട്ടുമില്ല. നേരത്തെയും വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികളിൽ നിന്ന് ഒരുപാട് പോലും ഒരു ചാണു പോലും പിന്നോട്ട് പോകാൻ യഹിയ സിൻവാർ തയ്യാറായില്ല. പക്ഷേ ഒരു പൊടി പോലും അംഗീകരിക്കാൻ ഇസ്രായേലും തയ്യാറായില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലോകത്ത് നിലനിൽക്കണം. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വിഘാതമായി നിൽക്കുന്ന ഹമാസ് നേതാക്കളെ ഓരോരുത്തരെയായി തെരഞ്ഞു പിടിച്ചു വധിക്കുവാണ് മൊസാദ്. ഇപ്പൊ യഹിയ സിൻവാറിനെ പോലെ ഒരാൾ തലപ്പത്തേക്ക് എത്തുമ്പോൾ ചർച്ചകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിൽ ഇതുവരേക്കും ആശങ്കകൾ തന്നെയാണ് രണ്ട് രാജ്യത്തിനും. 1962 ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു യഹിയ സിൻവാറിന്റെ ജനനം. ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായേലിന്റെ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് 1982-ലും 85-ലും സിൻവാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഹമാസ് രൂപീകരണത്തോടെ സംഘടനയുടെ ഭാഗമായ സിൻവാർ 1988-ൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും 4 ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. 22 വർഷക്കാലമാണ് യഹിയ സിൻവാർ ഇസ്രായേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത്. ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ വിട്ടയക്കാൻ പലസ്തീനെ തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി 2011-ലാണ് പിന്നീട് യഹിയ സിൻവാർ ജയിലിൽ നിന്ന് മോചിതനാകുന്നത്. ഒരു ഇസ്രായേലി ഭടനാണെങ്കിൽ പോലും 100 കണക്കിന് ഹമാസ് ഭീകരനെ വിട്ടുകൊടുത്തിട്ടും ആ സൈനികന്റെ ജീവൻ രക്ഷിക്കുന്ന രീതി ഇസ്രായേലിന്റെ മാത്രം സ്വന്തമാണ്. ഹമാസിന്റെ നേതൃനിരയിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗമാണ് യഹിയ സിൻവാർ മാറുന്നത്. 2012-ൽ അദ്ദേഹം സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗം മേധാവിയായി തെരഞ്ഞെടുക്കപ്പെടുകയും സായുധ വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു. 2011-ൽ നടന്ന 7 ആഴ്ചകൾ നീണ്ട ഇസ്രായേലുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പ്രധാന രാഷ്ട്രീയ സൈനിക പങ്കുവഹിച്ചതും യഹിയ സിൻവാറാണ്. 2015-ല് അമേരിക്ക അദ്ദേഹത്തെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. 2017-ൽ പിൻഗാമിയായി ഇസ്മായിൽ ഹനിയ എത്തുന്നതോടുകൂടിയാണ് സിൻവാർ ഹമാസിന്റെ ഗാസ വിഭാഗത്തിന്റെ മേധാവിയായി മാറുന്നത്. പൊതുവെ ഗാസയിൽ ഉടനീളം പ്രാദേശികമായി യാത്ര ചെയ്ത് പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചിരുന്ന സിൻവാർ
ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം പുറത്തിറങ്ങിയിട്ടേയില്ല. എവിടെയാണ് യഹ്യാ സിൻവാർ ഒളിച്ചിരിക്കുന്നത്? ഒരു ഭരണാധികാരി എത്ര കാലം ഒളിച്ചിരിക്കും? അല്ലെങ്കിലും ഹമാസിന്റെ ഭരണാധികാരികളെല്ലാം ഖത്തറിലും മറ്റുമൊക്കെ ഇരുന്നാണ് സ്വന്തം രാജ്യത്തെ നിയന്ത്രിച്ചിട്ടുള്ളത്. ഇപ്പോ ഇസ്രായേലിനെ ഷേവ് ചെയ്യുന്നതിനു വേണ്ടി യഹ്യാ സിൻവാർ പുതിയ സ്ഥാനത്തിരുന്ന് സ്വപ്നം കാണുമ്പോൾ ഗാസ മുനമ്പിലെ സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 98 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ തിരികെ നൽകിയതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒരു ഭാഗത്ത് ഇസ്മായിൽ ഹനിയയുടെ തല തെറിച്ചെങ്കിലും യഹ്യാ സിൻവാർ എന്ന കൊടും ഭീകരനെ ഭരണാധികാരിയായി കിട്ടി സന്തോഷിക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരായ 98 ഭീകരന്മാരുടെ, ഹമാസ് ഭീകരന്മാരുടെ മൃതശരീരങ്ങൾ തിരിച്ചു നൽകി അവരുടെ ആ സന്തോഷം സ്ഥായിയല്ല എന്ന് തെളിയിക്കുകയാണ് ഇസ്രായേൽ. കരസേനയുടെ ആക്രമണത്തിനിടയില് മൃതദേഹങ്ങൾ ശ്മശാനത്തിൽ നിന്ന് കുഴിച്ചെടുത്തതാണോ അതോ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത തടവുകാരുടേതാണോ എന്ന് വ്യക്തമല്ല. ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനിസിലെ പലസ്തീൻ സിവിൽ ഏജൻസി സർവീസ് ഡയറക്ടർ യമൻ അബു സുലൈമാന്റെ ഡിക്ലറേഷനാണിത്. ഈ മരിച്ചവരുടെ പേരുകളെ കുറിച്ചോ പ്രായത്തെക്കുറിച്ചോ ഒരു വിവരവും നൽകിയിട്ടില്ല എന്നും ഇത് തികച്ചും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമാണെന്നും അബു സുലൈമാൻ ആവർത്തിച്ചു. ഖാൻ യൂനിസിലെ നാസർ ഹോസ്പിറ്റലിന് സമീപമുള്ള ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിന് തൊട്ടു മുമ്പ് മരണകാരണം കണ്ടെത്തുന്നതിന് ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാർഗോ കണ്ടെയ്നർ ലോറിയിൽ നീല പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ഗാസയിലെത്തിയത്. ഗാസയിലെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിനെയും പലസ്തീൻ സിവിൽ ഡിഫൻസിനെയുമാണ് ഇസ്രായേൽ സേന മൃതദേഹങ്ങൾ ഏൽപ്പിച്ചത്. ഇത് 4-ാം തവണയാണ് തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിൽ പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടുകൂടി എത്തുന്നത്. 4-ാം തവണ. ഒരു ഭാഗത്തൊരു സന്തോഷമുണ്ടാകുമ്പോൾ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ മറുഭാഗത്ത് തിരിച്ചടിയേറ്റുകൊണ്ടിരിക്കുകയാണ് ഹമാസ്. ഇസ്രായേലിൽ നിന്ന് ഗാസയിലേക്ക് കൊണ്ടുവന്ന മൃതദേഹങ്ങൾ കണ്ണീരോടുകൂടി അവർ ഏറ്റുവാങ്ങി. ആശുപത്രികളെല്ലാം തകർത്തതുകൊണ്ട് DNA ടെസ്റ്റിനുള്ള സംവിധാനം ഇപ്പോൾ ഗാസയിൽ ലഭിക്കുന്നില്ല. ഇതേ തുടർന്ന് ഖാൻ യൂനിസ് തുർക്കി സെമിത്തേരിയിൽ ബുൾഡോസർ ഉപയോഗിച്ച് കൂട്ടക്കുഴിമാടം ഒരുക്കി ഈ മൃതദേഹങ്ങളെല്ലാം കബറടക്കി. ഇസ്രായേൽ സൈന്യം മുമ്പ് ഖാൻ യൂനിസ്, ജബലിയ, ഗാസ സിറ്റിയിലെ തൂഫ എന്നിവിടങ്ങളിലൊക്കെ ശവക്കുഴികൾ കുഴിച്ച് മൃതദേഹങ്ങൾ അജ്ഞാത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 7 മുതൽ ഡസൻ കണക്കിന് സെമിത്തേരികളിൽ നിന്ന് 2000 മൃതദേഹങ്ങൾ ഇസ്രായേലി സൈന്യം മോഷ്ടിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്രേ. അങ്ങനെ കുഴിയിൽ നിന്നും മൃതദേഹങ്ങൾ മോഷ്ടിച്ചെടുക്കേണ്ടുന്ന ഗതികേട് ഇസ്രായേലിനില്ല. കാരണം ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഇസ്രായേലികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന അനേകായിരം ജീവനുകൾ, അവരുടെ യഥാർത്ഥ ചിത്രം തന്നെ ഇസ്രായേലിന്റെ പക്കലുണ്ട്. അതുപോലെ ഇപ്പോഴിതാ ഇസ്രായേലിന് ആയുധം വിൽക്കുന്നതിനുള്ള ലൈസൻസുകളുടെ അവലോകനം നിർത്തിവച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് സിവിൽ സർവീസ്. ആയുധ വിൽപ്പനയ്ക്കായിട്ടുള്ള ലൈസൻസിന് അപേക്ഷിക്കുന്ന കയറ്റുമതിക്കാരോട് അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവച്ചിരിക്കുവാണ് എന്ന് ബിസിനസ് ആൻഡ് ട്രേഡ് വകുപ്പ് അറിയിച്ചു. ബ്രിട്ടൻ ആയുധം നൽകിയിട്ടില്ലെങ്കിൽ ഇസ്രായേൽ എന്ത് ചെയ്യും എന്ന് ഒരു ചോദ്യമാണ്. ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒക്കെ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്
മതതീവ്രവാദികൾക്കെതിരെ ലോക സമാധാനത്തിനു വേണ്ടി കട്ടയ്ക്ക് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ഈ നിലപാട് സ്വീകരിച്ചത് എന്നതൊരു ചോദ്യമാണ്. ബിസിനസ് ആൻഡ് ട്രേഡ് വകുപ്പിന്റെ ഡിക്ലറേഷനാണിത്. ഇതൊരു ഭരണപരമായ നടപടി മാത്രമാണെന്നും നയപരമായ മാറ്റമല്ല എന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഗാസ സംഘർഷത്തിലെ നിയമ ലംഘനങ്ങളെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ കണക്കിലെടുത്തിട്ട് ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കുന്നതിന്റെ അപകട സാധ്യതകളുടെ അവലോകനം പൂർത്തിയാക്കുന്ന തീയതി നിശ്ചയിച്ചിട്ടില്ല. ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനായി വിൽക്കുന്ന ആയുധങ്ങളും ഗാസ ആക്രമണത്തിനായി വിൽക്കുന്ന ആയുധങ്ങളും തമ്മിൽ വേർതിരിക്കുന്നത് നിലവിൽ സങ്കീർണതയേറിയ ഒരു പ്രക്രിയയാണ് എന്നാണ് ബ്രിട്ടൻ പറയുന്നത്. സസ്പെൻഡ് ചെയ്യാനുള്ള ഏത് നിയമവും നിയമപരമായി ശരിയാണെന്നും ആയുധ കയറ്റുമതി ലൈസൻസിംഗ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും മന്ത്രിമാർ ഉറപ്പാക്കണം എന്നുള്ളത് കൊണ്ട് പ്രക്രിയയ്ക്ക് സമയമെടുക്കുന്നതായിട്ടാണ് സർക്കാർ വൃത്തങ്ങളുടെ അറിയിപ്പ്. 2024 ഒക്ടോബർ 7 തീയതിക്കും 2023 ഒക്ടോബർ 7 തീയതിയും 2024 മെയ് അവസാനത്തിനും ഇടയിൽ ഹമാസ് ഹമാസ് ഒരുപാട് ആക്രമിച്ചല്ലോ. ഇസ്രായേലിന് 108 ആയുധ കയറ്റുമതി ലൈസൻസുകളാണ് അനുവദിച്ചു കിട്ടിയത് എന്ന് മുൻ സർക്കാർ ജൂണിൽ പ്രഖ്യാപിച്ചു. 108 ആയുധ കയറ്റുമതിയിൽ ബ്രിട്ടൻ എന്ന ഒരു രാജ്യം മാത്രം മാറി നിന്നാൽ മറ്റു 107 രാജ്യങ്ങൾ കിടക്കുകയല്ലേ. ലൈസൻസുകളുടെ മൂല്യം മാത്രം എങ്ങും രേഖപ്പെടുത്തപ്പെടുന്നില്ല. ആയുധ കയറ്റുമതിയുടെ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചവർക്ക് അവലോകനത്തിന് വേണ്ടി കാലതാമസം എടുക്കുമെന്നാണ് സർക്കാരിൽ നിന്നും അറിയിപ്പ് ലഭിച്ചത്. ജൂവിഷ് ക്രോണിക്കിളും മെയിലും ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിലെ ബിസിനസ് ഡിപ്പാർട്ട്മെന്റിന്റെ വക്താവ് പറയുന്നത് ഇസ്രയേലിലേക്കുള്ള കയറ്റുമതി ലൈസൻസുകൾ സംബന്ധിച്ച തങ്ങളുടെ സമീപനത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. കയറ്റുമതി ലൈസൻസിംഗ് മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ആപ്ലിക്കേഷനും വ്യക്തിഗതമായി അവലോകനം ചെയ്യുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഒക്ടോബർ 7 തീയതിക്കും 2024 മെയ് 31 തീയതിക്കും ഇടയിൽ 20 കമ്പനികൾക്കാണ് ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി ലൈസൻസുകൾ നൽകിയിട്ടുള്ളത് എന്നാണ് ക്രിസ്ത്യൻ എയ്ഡ് വെളിപ്പെടുത്തിയത്. ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യം ലഘൂകരിക്കാനും അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഭയങ്കര പ്രശ്നമാണ് കറണ്ട്, മഴക്കാലമായതുകൊണ്ടായിരിക്കും. അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ചാരിറ്റിയാണ് ക്രിസ്ത്യൻ എയ്ഡ്. ആയുധ കയറ്റുമതിയും അവയുടെ പ്രത്യാഘാതങ്ങളും ഉൾപ്പെടെയുള്ള മാനുഷിക ആശങ്കകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പലപ്പോഴും ഇടപെടുകയും അഭിപ്രായം ഓപ്പണായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇനി 30ഓളം കമ്പനികൾക്ക് സൈനിക കയറ്റുമതി ലൈസൻസ് അപേക്ഷകൾ തീർപ്പാക്കാനുണ്ട്. ലൈസൻസ് നൽകിയാൽ കയറ്റുമതി നടന്നതായി അർത്ഥമില്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് ക്രിസ്ത്യൻ എയ്ഡിനോട് വ്യക്തമാക്കി. ചില ലൈസൻസുകൾ ഉപയോഗിക്കാതെ തന്നെ കാലഹരണപ്പെട്ടേക്കാം. മറ്റുള്ളവ ഭാഗികമായി ഉപയോഗിച്ചതിന് ശേഷവും കാലഹരണപ്പെട്ടേക്കാം. ക്രിസ്ത്യൻ എയ്ഡിന്റെ മിഡിൽ ഈസ്റ്റ് പോളിസി മേധാവി വില്യം ബെൽ പറയുന്ന നിഗമനം ഇതാണ്. ലൈസൻസ് കിട്ടിയെന്ന് കരുതി എല്ലാവരും വണ്ടി ഓടിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ ആയുധത്തിന്റെ വിഷയത്തിലും. ഇസ്രായേലിന് വിൽക്കുന്ന ആയുധങ്ങൾ മനുഷ്യാവകാശ ലംഘനത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഒരേ ഒരു മാർഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിരോധനമാണ്. അതിനാണ് ഈ പുതിയ സർക്കാർ തയ്യാറാകേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധത്തിൽ നിന്ന് കമ്പനികൾ ലാഭമുണ്ടാക്കുന്നത് തികച്ചും അപലപനീയമാണ്. ഇവിടെ നടക്കുന്നതും അത് തന്നെയാണ്. 2 രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് അതിനകത്ത് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇപ്പോ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ ഒരുപാട് ആയുധങ്ങൾ ഇറാനിലേക്ക് വന്നിറങ്ങി.
എപ്പോഴെങ്കിലും ഇറാൻ ഇത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്ന ഉറപ്പ് ആ രാജ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം നിയമങ്ങൾ പാലിക്കും എന്നുള്ളവരോട് മാത്രമേ ഇവരിതൊക്കെ നടക്കൂ. ഈ സബിയുള്ള ചോദിച്ചിരിക്കുന്നു, നിന്റെ ഡാഷ് ലാഭമുണ്ടോ എന്ന്. ഉമ്മാടെ ഡാഷിന്റെ ലാഭം അനുഭവിച്ച ഒരു ഹറാം പറന്ന മകനല്ലാതെ ഇത് ചോദിക്കാൻ പറ്റില്ല. ഉമ്മ നല്ല ലാഭം കൊയ്യുന്നുണ്ടാകും, അതേ മാർഗത്തിൽ തന്നെ നിന്റെ പെങ്ങന്മാരും പോയിട്ടുണ്ടാകും. പക്ഷെ അതുപോലെ നിന്റെ തന്തയെ പോലെ എല്ലാവരും നട്ടല്ലില്ലാത്ത തന്തമാരാണെന്ന് വിചാരിക്കരുത്. മക്കളെ ഉണ്ടാക്കാൻ മാത്രമല്ല, കഴിയുന്നത് പോലെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ശ്രമിക്കുന്ന തന്തമാരാണ് എന്റെയൊക്കെ തന്ത. നിന്റെ തന്തയെ പോലെ, എടാ സബിയുള്ള, നിന്റെ തന്തയെ പോലെ നായയാണ് എന്റെ തന്തയെന്ന് നീ വിചാരിക്കരുത്. അല്ല കേട്ടാ. ഉമ്മാടെ ഡാഷ് വിറ്റ് ജീവിക്കുന്ന നിന്റെ തന്തത്തിണ്ടിക്ക് അത് പറ്റും. എല്ലാവരും ആ ഡാഷ് മക്കളല്ല. നല്ല തന്തയ്ക്ക് പിറന്നാലേ നല്ല തന്തയുടെ സ്വഭാവം കാണിക്കാൻ പറ്റൂ. നിന്റെ തന്തയും നല്ല തന്തയ്ക്ക് പിറന്നവനല്ല, ആ തന്തയ്ക്ക് പിറന്ന നീയും നല്ല തന്തയ്ക്ക് പിറന്നവനല്ല. ഇനി നിന്റെ മക്കൾ ഏത് തന്തയുടെ ഗുണം കാണിക്കുമെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് സാബിയുള്ള ഒരു കാര്യം ചെയ്, ഉമ്മാടെ മോളിൽ നിന്ന് ഉസ്താദിനെ വലിച്ചു പിടിച്ച് എഴുന്നേൽപ്പിക്ക്. എന്നിട്ട് തൽക്കാലം ഉസ്താദിനൊരു നിക്കറോ മുണ്ടോ വല്ല എടുത്തു കൊടുത്തിട്ടേ പൊയ്ക്കോളാൻ പറ. വാപ്പായും കൂടി അറിഞ്ഞിട്ടായിരിക്കും കൂട്ടി കൊടുക്കുന്നത്. എല്ലാവരും ആ രീതിയാണെന്ന് വിചാരിക്കരുത്. സബിയുള്ള, എനിക്കൊരു തന്തയുണ്ട്. നിന്നെപ്പോലെ നിന്റെ തള്ളയുടെ തുണി അഴിച്ചിട്ട് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് വിട്ട് പണമുണ്ടാക്കുന്ന തന്തയല്ല കേട്ടാ. അപ്പോ ഉമ്മായിക്ക് തൽക്കാലം ഒന്ന് റെസ്റ്റ് കൊടുക്കാൻ പറ. ഇനി മുതൽ പെങ്ങന്മാരെ വിട്ടുകൊടുക്കാൻ പറ. വാപ്പ ചെയ്ത അതേ പണി തന്നെ നീയും ചെയ്തോടാ. ഞാൻ നിക്കർ ഇട്ടിട്ടുണ്ടാ, നിനക്കതില്ല. നിനക്കും ഇല്ല, നിന്റെ തന്തയ്ക്കും ഇല്ല, നിന്റെ തള്ളയ്ക്കും ഇല്ല. എനിക്ക് തന്തയുള്ളത് കൊണ്ടാണ് നിനക്ക് എന്റെ തന്തയ്ക്ക് വിളിക്കാൻ പറ്റുന്നത്. ഉമ്മായി വിളിച്ചു കൂടെ കിടത്തു മോനെ, അതാണ് കുറച്ചും കൂടി ഭംഗി. അപ്പൊ വാപ്പാക്കും മോനും ഒറ്റ ഭാര്യ മതിയാവും. അതുകൊണ്ടേ മോൻ പോകാൻ നോക്ക്. ഇനിയും ഈ ചാറ്റിൽ നിൽക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക്, സാബിയുള്ള വരുമ്പോൾ വയറ് നിറച്ചും മറുപടി കൊടുത്തേക്കണം. സമതേ, നീ എന്നെ ഭാഷ പഠിപ്പിക്കണ്ടടാ തെണ്ടി. എനിക്ക് എന്റെ തന്തയും തള്ളയും പറഞ്ഞാലേ അത്രമാത്രം ക്ഷമയൊന്നുമില്ല. ഞാൻ അത്ര ഗാന്ധിയൻ ചിന്താഗതിക്കാരിയല്ല. എന്റെ തന്തയെ പറഞ്ഞാൽ ഞാൻ നിന്റെയൊക്കെ തന്തയുടെ തന്തയ്ക്ക് പറയും. എന്തേ പറയാൻ പാടില്ലേ? ഞാനും നീയും ഒക്കെ മദ്രസ പ്രോഡക്റ്റ് അല്ലേടാ. നിനക്കൊക്കെ ഈ രൂപത്തിൽ തെറി വിളിക്കാൻ മദ്രസയിൽ നിന്നും കോച്ചിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ കോച്ചിങ് ലഭിച്ചിരിക്കുന്ന ആളല്ലേടാ ഞാനും. ഞാനൊരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആണെങ്കിൽ മാത്രമല്ലേ എനിക്ക് ആ രൂപത്തിൽ നിങ്ങളോട് പ്രതികരിക്കാൻ പറ്റാത്തതുള്ളൂ. അപ്പൊ ഞാനും നീയും ഒക്കെ അഭ്യസിച്ചിരിക്കുന്നത് ഒരേ ആലയമാണ്. എന്റെ തലച്ചോറിലും നിന്റെ തലച്ചോറിലും ഉള്ളത് ഒരേ മതമാണ്. അപ്പോൾ നീ പ്രതികരിക്കുന്ന രൂപത്തിൽ ഞാനും പ്രതികരിച്ചെന്നിരിക്കും. എപ്പോഴും അല്ല, ചിലപ്പോഴെങ്കിലും. മദ്രസ ബുദ്ധിയല്ലേടാ. ഞാൻ പിന്നെ തലച്ചോറൊന്ന് ഉപയോഗിച്ചത് കൊണ്ട് ആ പൊട്ടക്കണറ്റിൽ നിന്നും കയറി വന്നു. വേറൊരുത്തം വന്നിട്ടുണ്ട്. നീ വ്യഭിചരിച്ചുണ്ടായ സന്താനം. ആദ്യം നബിക്ക് വ്യഭിചരിക്കാത്ത ഒരു ഉമ്മായ വാപ്പായ ഉണ്ടാക്കി കൊടുറ. അത് കഴിഞ്ഞിട്ട് ലോകത്തുള്ള സകലമാന മനുഷ്യന്റെയും വ്യഭിചാരം നോക്കി പോടാ ചെല്ല്. സ്വന്തം തന്ത മരിച്ച് 2.5 വർഷം കഴിഞ്ഞുണ്ടായ ഒരു മോനാണ് മുഹമ്മദ്. അതുകൊണ്ടേ ആ നാട്ടിലെ ഒരു പ്രമാണിയെ പിടിച്ചങ്ങ് തന്തയാക്കി കൊടുത്തു. അതുകൊണ്ട് നീയൊക്കെ ഒരു കാര്യം ചെയ്, ആദ്യം മമ്മദണ്ണനെ മര്യാദയ്ക്ക് ഒരു തന്തയെ ഉണ്ടാക്കി കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ തന്തയും തള്ളയും നോക്കി നടന്നാ മതി. ആദ്യം നബിയുടെ വ്യഭിചാരശാലകളെ കുറിച്ച് പഠിക്ക്. നബിക്ക് ശരീരം ദാനം ചെയ്ത പെണ്ണുങ്ങളെ കുറിച്ച് പഠിക്ക്. അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുടെ തന്തയെ അന്വേഷിച്ച് നീയൊക്കെ നടന്നാ മതി. ഞാൻ മര്യാദയ്ക്ക് എന്റെ വിഷയം പറഞ്ഞു പോകുമായിരുന്നു. ഇവനൊക്കെ വന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? വയറ് നിറച്ചും തരിക തന്നെ ചെയ്യും കേട്ടാ. അപ്പോ ഇസ്രയേലും ഇറാനും ഏതാണ്ട് സൈനിക ബലത്തിൽ തത്തുല്യരാണ്. പക്ഷേ ഇറാൻ നോക്കുമ്പോൾ
ഇസ്രായേലിൽ 8 കോടി ജനങ്ങളുള്ളപ്പോൾ 1 കോടി പോലുമില്ല ഇസ്രായേലില്. ഇസ്രായേലിൽ 98 ലക്ഷത്തി മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ഒരു ചോദ്യമാണ്. ഇസ്രായേലിലുള്ള മുഴുവൻ ജനസംഖ്യയുടെ ഇരട്ടി വരും ഇറാനിലുള്ള സൈനികർ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവര് പേടിച്ചോടിയിട്ടില്ല. ആ 98 ലക്ഷം ആളുകളും ആ രാജ്യത്തിന്റെ ആർമിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അവർക്ക് പ്രത്യേകിച്ച് യൂണിഫോം വേണ്ട, നിയമനവും വേണ്ട. അവരുടെ രാജ്യത്തിന് വേണ്ടി അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അവർ പൊരുതും. അതുകൊണ്ട് സിൻവാർ കാക്കാടെ കൂട്ടാളികളുടെ തലകൾ ജീർണിച്ചു പോയി. അങ്ങനെ ജീർണിച്ച നല്ലൊരു വിഭാഗം മൃതശരീരങ്ങളാണ് ഇപ്പോൾ ഗാസയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇറാൻ യുദ്ധം എന്ന് പറയുമ്പോഴേക്ക് ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ടാകും. ആൾബലം കണ്ടിട്ടേ നിങ്ങള് ഒന്നും വിലയിരുത്തണ്ട. കാന്താരി എത്രയ്ക്കാ ഉള്ളത്? നഞ്ചെന്തിന് നന്നാഴി എന്ന് ചോദിക്കാറില്ലേ? ഇസ്രായേലിയർ അത്രയും മതി. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല. ഒരുപാട് ആളുകൾ ഉള്ളതിലോ അംഗബലമുള്ളതിലോ അല്ല കാര്യം, വർക്കിലാണ് കാര്യം. ആ വർക്ക് ചെയ്തേ വിജയിപ്പിച്ച ആളുകളാണ് ഇസ്രായേലിയർ. ഏകദേശം 2686 പോയിന്റ് ഒറ്റ ദിവസം കൊണ്ട് ഇടിഞ്ഞ് ഇന്ത്യൻ ഓഹരി വിപണി നിൽക്കുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധം മധ്യേഷ്യയെ മുഴുവനും ബാധിക്കുന്ന യുദ്ധമാകും എന്ന ഭീതി US സമ്പദ്ഘടന വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതുമാണ്. ലോകത്തിലെ മറ്റെല്ലാ ഓഹരി വിപണികളും ഒരുപോലെ ഇന്ത്യയിലെ ഓഹരി വിപണിയെയും ഇത് തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഓഹരി വിപണി ഇത്രയും ഇടിഞ്ഞത്. അതുകൊണ്ടാണ് അയൽ രാജ്യത്തെ യുദ്ധം നടക്കുമ്പോൾ എല്ലാ രാജ്യത്തെയും ഒരുപോലെ അത് ബാധിക്കും. ബംഗ്ലാദേശിലെ കലാപം, ഷെയ്ഖ് ഹസീനയുടെ രാജി, ഇതൊക്കെ ഓഹരി നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തിയ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ജപ്പാൻ ഓഹരി വിപണി 1987 ശേഷവും ഏറ്റവും വലിയ തകർച്ചയാണ് തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത്. നിക്കൈ വിപണി 12.4% ഇടിഞ്ഞത്. കൊറിയയുടെ ഓഹരി വിപണിയായ കോസ്പി 9% തകർന്നു. ഹോങ്കോങ്ങിന്റെ ഓഹരി വിപണിയായ ഹാങ്സാങ്ങും ഓസ്ട്രേലിയയിലെ ഓഹരി വിപണിയായ ASX 200 തകർന്നു. തായ്വാന്റെ താക്കെക്സ് 8% തകർന്നു. അമേരിക്കയുടെ ഡൗ ഫ്യൂച്ചേഴ്സ് 1000 പോയിന്റ് ഇടിഞ്ഞു. കറുത്ത തിങ്കൾ എന്നാണ് ഓഹരി വിപണിയിലെ വിദഗ്ധർ കഴിഞ്ഞ തിങ്കളാഴ്ചയെ സൂചിപ്പിച്ചത്. ബ്ലാക്ക് മൺഡേ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ഇത് യുദ്ധം ആരംഭിക്കാതെ തന്നെ. അപ്പൊ യുദ്ധം തുടങ്ങിയാലോ? ഓഹരി വിപണിയുടെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ കരടികൾ പിടിമുറുക്കിയ ദിവസമായിരുന്നു തിങ്കളാഴ്ച. എല്ലാ രൂപത്തിലും അദാനി ഓഹരികളെല്ലാം 6% ഇടിഞ്ഞു. അദാനി പോർട്ട് 94 രൂപ കുറഞ്ഞു. 1493 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. NGO 6% ഇടിഞ്ഞു 301 ടാറ്റ മോട്ടോഴ്സ് 7% കുറഞ്ഞു. അങ്ങനെ എല്ലാ രൂപത്തിലും ഇത് എല്ലാ രാജ്യത്തെയും ബാധിക്കുന്നുണ്ട്. ലോക പോലീസായ അമേരിക്കയെ ബാധിക്കുന്നില്ല. US തൊഴിലില്ലായ്മ 4.3% ഉയർന്നു. അതും അമേരിക്കയുടെ ആശങ്കയാണ്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഉറപ്പായതോടെ അമേരിക്ക ഇസ്രായേലിനെ സംരക്ഷിക്കാൻ സമുദ്രത്തിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിപ്പിച്ചു. അങ്ങനെ യുദ്ധം മധ്യ ഏഷ്യയെ ബാധിക്കും എന്ന സ്ഥിതി സ്പ്രെഡായി. വരും ദിവസങ്ങളിലും അന്തരീക്ഷത്തിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഈ തകർച്ചയുടെ തുടർക്കഥയുണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വിവിധ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിദഗ്ധർ
ഈ ആശങ്ക താൽക്കാലികമാണ് എന്ന് വിശദീകരിക്കുന്നു. അത് ഷെയർ മാർക്കറ്റിംഗിൽ ഇടപെട്ടിരിക്കുന്ന ആളുകൾക്ക് ആശങ്ക ഉണ്ടാകാതിരിക്കാനാണ് എന്ന ഒരു ആശയവും എന്ന രൂപത്തിൽ ഒരു വാർത്തയും പ്രചരിക്കുന്നുണ്ട്. യുദ്ധം ഒരിക്കലും ആർക്കും സമാധാനവും സന്തോഷവും നൽകുന്നതല്ല. എല്ലാ രൂപത്തിലും രണ്ട് രാജ്യങ്ങൾക്കും പ്രയാസം തന്നെയാണ്. ആ രണ്ട് രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. ഹമാസ് മേധാവിയെ വധിച്ചതിന് പകരം ചോദിക്കേണ്ടത് ഇറാന്റെ ദൗത്യമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കി. കാരണം ഇറാനിനകത്ത് കയറിയിട്ടാണ് ഹമാസ് ഭീകരനെ മൊസാദ് വധിക്കുന്നത്. പൗരന്മാർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേൽ. കാരണം പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ, എല്ലാ രാജ്യത്തിന്റെയും ആളുകൾ. തിരിച്ചടി ഉണ്ടാകുമെന്നത് ഇസ്രായേലും പ്രതീക്ഷിക്കുന്നുണ്ട്. 40 രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഇപ്പോൾ സുരക്ഷിതമല്ല എന്ന് പൗരന്മാർക്ക് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദേശത്തുള്ള പൗരന്മാർ തങ്ങളുടെ ഇസ്രായേൽ ജൂത വ്യക്തിത്വം പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം. കൗൺസിൽ നിർദ്ദേശിച്ചതാണ്. കാരണം ജൂത വിരോധം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണമാണ്. ഹമാസിന്റെ രാഷ്ട്രീയ മേധാവിയായ ഇസ്മായിൽ ഹനിയയുടെയും ഹിസ്ബുള്ളയുടെ നേതാവ് ഫുആദ് ഷുക്കൂറിന്റെയും കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാനും ഹിസ്ബുള്ളയും ഹമാസും പ്രഖ്യാപിച്ചു. അതോടെ ഇറാഖും സിറിയയും റഷ്യയും ചൈനയും ഒക്കെ ഇറാന് പിന്തുണയും പ്രഖ്യാപിച്ചതോടെ മുന്നറിയിപ്പുകൾ ശക്തമാക്കി കൗൺസിലും രംഗത്ത് വന്നു. പ്രാദേശിക അധികാരികൾ സുരക്ഷിതം എന്ന് പ്രഖ്യാപിക്കാത്ത വലിയ പരിപാടികൾ ഒഴിവാക്കണം. പ്രകടനങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. ഹീബ്രു, ഇംഗ്ലീഷ് ഭാഷകളിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇത് വ്യക്തമാക്കിയത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ മിഡിൽ ഈസ്റ്റിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ച് അമേരിക്കയുമുണ്ട്. ഇസ്രായേലിനെ സഹായിക്കേണ്ടത് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഒക്കെ അനിവാര്യതയാണ്. മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക നീങ്ങിയിട്ടുണ്ട്. US-ന്റെ തിയോഡർ റൂസ്വെൽറ്റ് കാരിയർ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവരുടെ സാന്നിധ്യവും അവിടെയൊക്കെ ഉണ്ട്. USS എബ്രഹാം ലിങ്കൻ പടക്കപ്പലിനെ കൊണ്ടുവരുമെന്ന് അറിയിച്ചു. 4 യുദ്ധവിമാനങ്ങളെയും മേഖലയിൽ വിന്യസിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈന്യത്തെ വിന്യസിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത് US. ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് US പിന്തുണ നൽകുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. പുതിയ സൈനിക വിന്യാസം നടത്തുന്നത് ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചത്. US സെൻട്രൽ കമാൻഡ് റൂമായി പെന്റഗൺ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ ഉത്തരവിട്ടിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം. ഇറാൻ സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഖൊമേനി ഉത്തരവിടുന്നത്. പരമോന്നത നേതാവിന്റെ നിർദ്ദേശം തീർച്ചയായും നടപ്പാക്കുമെന്ന് ഹനിയയുടെ വിലാപയാത്രയിൽ സംസാരിക്കുമ്പോൾ ഇറാനിയൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലി ബാബ് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിനെ ആക്രമിക്കാനായി അയൽ രാജ്യങ്ങളായ ലെബനൻ, ഇറാഖ്, യമൻ, സിറിയ, പലസ്തീൻ ഈ രാജ്യങ്ങളുടെ ഒക്കെ ഭീകര സംഘടനകളുടെ പ്രതിനിധികളുമായി ഇറാൻ ചർച്ച നടത്തി. ഹമാസിന് പുറമെ യമനിലെ ഹൂതികൾ, ലെബനനിലെ ഹിസ്ബുള്ള, ഇറാഖിലെ വിമത സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളുമായി ഇറാൻ കൂടിക്കാഴ്ച നടത്തിയതും ഇസ്രായേലിനെ മുച്ചൂടും നശിപ്പിക്കും എന്ന ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ അമേരിക്കയാണെന്നും അമേരിക്കയുടെ അറിവില്ലാതെ ഇത് സംഭവിക്കില്ലെന്നും UN-ലെ ഇറാന്റെ സ്ഥിരം സ്ഥാനപതിയായ സെയ്ദ് ഇറാവാനി ആരോപിക്കുന്നുണ്ട്.
ഇറാൻ തിരിച്ചടിക്കുമെന്ന് സൂചന നൽകി ജംകരൻ പള്ളിയിൽ കഴിഞ്ഞ ദിവസം കൊടി ഉയർത്തിയിരുന്നു. ഇറാൻ ചുമപ്പ് കൊടിയാണ് പള്ളിക്ക് മുകളിൽ ഉയർത്തിയിരിക്കുന്നത്. ഇത് പ്രതികാരത്തിന്റെ ചെങ്കൊടി എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേലിന് തിരിച്ചടി നൽകേണ്ടത് ഇറാന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലെത്തിയ ഇസ്മായിൽ ഹനിയ ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ എക്സിലെ ഒരു പോസ്റ്റിൽ ഹനിയയുടെ രക്തസാക്ഷിത്വത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹനിയയുടെ വധം ഇറാനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയങ്കരനായ അതിഥിയെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ കൊന്നിരിക്കുന്നു. അതുവഴി കഠിനമായ ശിക്ഷയെ കുറിച്ചിട്ടുള്ള ഒരു വലിയ വിത്താണ് നിങ്ങൾ പാകിയത്. പരമോന്നതനായ നേതാവ് ആയത്തുള്ള ഖൊമേനിയുടെ പ്രതികരണത്തിന്റെ സൂചനകളും ആ മെയിലിൽ വ്യക്തമായിരുന്നു. പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ ഔദ്യോഗിക അതിഥിയെ സ്വന്തം തലസ്ഥാനത്ത് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ കുറ്റബോധവും രോഷവും ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങളിലുണ്ട്. ഇസ്മായിൽ ഹനിയ ഇറാനിൽ വധിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുകയും സങ്കീർണമാകുകയും ചെയ്തു. കഴിഞ്ഞ ഏപ്രിലില് സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിലെ ഇറാൻ എംബസിയിൽ ഉണ്ടായിരുന്ന ഇറാന്റെ സൈനിക കമാൻഡറെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് ആദ്യമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോ ഇറാന് ചില അഹങ്കാരമുണ്ട്. ഇറാൻ എല്ലാത്തിലും പോന്ന ഒരു രാജ്യമാണ്. അവര് കോടിക്കണക്കിന് അംഗസംഖ്യകളുണ്ട്. അതുകൊണ്ടല്ലേ അപകടം കൂടുതൽ ഭയക്കേണ്ടത്. റോക്കി ഭായിയോട് അമ്മ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് ചെല്ലണം. നിന്നെ അടിച്ചവനെ തിരിച്ചടിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് അടിക്കണമെന്ന് പറഞ്ഞില്ലേ? അവരെത്ര രാജ്യങ്ങളുണ്ടെങ്കിലും, എത്ര സംഘടനകൾ ഉണ്ടെങ്കിലും, സങ്കേതങ്ങൾ ഉണ്ടെങ്കിലും ഇസ്രായേലിനത് പ്രശ്നമല്ല. ഇസ്രായേൽ തിരിച്ചടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കും. ഇപ്പോ ഈ ഇസ്രായേലിന്റെ ആർമി തോറ്റു പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇവര് ഗാസയിൽ ഇങ്ങനെ നിൽക്കും. ഒരുപാട് കുട്ടികൾ വരും. ഇവരുടെ കയ്യിൽ കല്ലുകൾ ഉണ്ടാകും. ഇവര് റെഡി 1 2 3 എന്ന് പറയും. പറ എറിയും ഈ സൈനികരെ. കുട്ടികളാണ്. സൈനികരുടെ കയ്യിലുള്ളത് വലിയ ആയുധങ്ങളാണ്. പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്യും? തിരിഞ്ഞോടും. അപ്പൊ ഈ കുട്ടികൾ കൈകൊട്ടിച്ചിരിക്കും. ഈ സൈനികരുടെ കയ്യിലുള്ള ആയുധത്തിന്റെ വിലയോ, ആ ആയുധം നമ്മുടെ നേർക്ക് തിരിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന സംഭവം എന്താണെന്നോ, നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ സൈനികർ ഓടിയതെന്നോ ഈ അറിയില്ല. കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഉരുളൻ കല്ലുകൾ കൊടുത്തിട്ട് എറിയാൻ പറഞ്ഞു വിട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടതും ഇത് തന്നെയാണ്. ഇസ്രായേൽ സൈന്യം പേടിച്ചോടിയെന്ന് പറയാമല്ലോ. പക്ഷെ ഇസ്രായേലിന്റെ മനസാക്ഷിയാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. ഈ കുഞ്ഞുങ്ങളെ സ്ഫോടക വസ്തുക്കളായിട്ടാണ് ഇവർ വിട്ടിരിക്കുന്നത്. ചാവേറുകളാക്കിയിട്ടാണ് വിട്ടിരിക്കുന്നത്. കാരണം ഇവരുടെ കല്ലില് ഇവരുടെ കല്ലേറ് കൊണ്ട് പല ആർമിക്കാരുടെയും കണ്ണും തലയും ഒക്കെ പൊട്ടുന്നുണ്ട്. പക്ഷെ അവര് തിരിച്ചക്രമിക്കാൻ നിന്നാലോ? അപ്പോ കുട്ടികൾ വിചാരിക്കും, ഓ നമ്മുടെ കല്ലേറിൽ ഭയന്നിട്ടാണ് കേട്ടോ അവന്മാർ ഓടുന്നത് എന്ന്. അതുപോലെയാണ് ഇന്ന് ഇറാന്റെ അവസ്ഥയും. ഇറാൻ വിചാരിക്കുന്നത് ഇറാന്റെ സൈനിക ശക്തി കണ്ടിട്ട് ഇസ്രായേൽ അങ്ങ് പേടിച്ചു ഭയന്ന് പിന്മാറി പോകുമെന്നാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഭയമില്ല. അതുകൊണ്ട് അവർക്കിവിടെ നിലനിന്നേ പറ്റൂ. അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം കൂടിയാണ്
ഇത്തവണത്തെ ഇറാനുമായിട്ടുള്ള യുദ്ധം. ഒരു പക്ഷേ അതറിയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാകുമ്പോൾ അതിന് കുറച്ച് മൂർച്ച കൂടും. അതുകൊണ്ടായിരിക്കാം ഇതുവരെ ഇറാൻ യുദ്ധത്തിന് വേണ്ടുന്ന ഒരു മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. യുദ്ധ പുറപ്പാടുകളുടെ ഒരു അടയാളങ്ങളും ഇതുവരെ ഇസ്രായേലിൽ കാണിച്ചിട്ടില്ല. പക്ഷേ യുദ്ധത്തിന് ഞങ്ങൾ സജ്ജരാണ് എന്നറിയിച്ച് ഇസ്രായേൽ സൈന്യം ഇറാന്റെ അതിർത്തിക്ക് തീയിട്ടിട്ടുണ്ട്. ഹമാസ് മേധാവിയാണ് ഇസ്മായിൽ ഹനിയ. അവന്റെ തല തെറിച്ചു കഴിഞ്ഞാൽ ഇനിയും പലസ്തീനെ ആര് മുന്നോട്ട് കൊണ്ടുപോകും? ഹമാസിനെ ആര് മുന്നോട്ട് കൊണ്ടുപോകും? തന്നെയുമല്ല, ഇറാന്റെ അതിഥിയായി ഇറാനിലെത്തിയതല്ലേ, അപ്പോഴല്ലേ അവന്റെ തല പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ആരംഭിച്ച പ്രക്ഷോഭത്തില് ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാകുകയാണ്. കാരണം ഹിസ്ബുള്ളയുടെ നേതാവായ കമാൻഡറെയും ഇറാൻ അകത്ത് കയറി തന്നെ ഇസ്രായേൽ തീർത്തിട്ടുണ്ട്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് ഇസ്രായേൽ പറഞ്ഞത്. ആക്രമണത്തിൽ 4 ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറഞ്ഞു. എന്തിനാണ് ഞങ്ങളുടെ നേതാവിനെ കൊന്നത് എന്ന് ചോദിക്കാൻ വന്ന 4 പേരുടെ കൂടി തലയങ്ങെടുത്തു. മെയ്ഫാദാൻ പട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ 4 ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇസ്മായിൽ ഹനിയയുടെ വധത്തെ തുടർന്നിട്ട് ഇറാനുമായിട്ടുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടും ഇസ്രായേലിന്റെ ഈ നീക്കം തുടരുന്നത്. ഹനിയയുടെ വധത്തിന് പിന്നാലെ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ തെക്കൻ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടു. അദ്ദേഹമായിരുന്നു ഇസ്മായിൽ ഹനിയയുടെ സംരക്ഷണം ഏറ്റെടുത്തിരുന്ന കമാൻഡർ. രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവിടെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ അധിനിവേശം ഗോലാൻ കുന്നുകളിൽ കഴിഞ്ഞ മാസം 12 കുട്ടികളും കൗമാരക്കാരും കൊല്ലപ്പെട്ടു. അതൊരു റോക്കറ്റ് ആക്രമണമായിരുന്നു. അതിന്റെ ആസൂത്രകൻ ലെബനന്റെ നേതാവായ ഈ ഷുക്കൂറാണ്. ലെബനൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നു ഇസ്രായേലിനെ. പക്ഷേ അതിനകത്ത് കൊല്ലപ്പെടുന്നതും അപകടത്തിൽപ്പെടുന്നതും ഒക്കെ ഗാസയിലെ മക്കളാണ്. എന്നിട്ട് അത് തന്ത്രപൂർവം ഇസ്രായേലിന്റെ തലയിൽ വെച്ചു കൊടുക്കും. ഗോലാൻ കുന്നുകളിൽ ആക്രമിക്കുകയും ഒരുപാട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം ഒരുപാട് മനുഷ്യരെ കൊല്ലുകയും ചെയ്തത് ലെബനനാണ്. ലെബനനിലെ ഹിസ്ബുള്ള ഭീകരന്മാരാണ്. പക്ഷേ തന്ത്രപൂർവം അവർ അതിൽ നിന്നും രക്ഷപ്പെട്ടു. കാരണം അത് കൊണ്ടുപോയി ഇസ്രായേലിന്റെ തലയിലിട്ടു. പിന്നീട് മാധ്യമങ്ങളൊക്കെ ഇസ്രായേലാണത് ചെയ്തത്, ഇസ്രായേലാണത് ചെയ്തത് എന്ന് എഴുതി പിടിപ്പിച്ചു. പിന്നീട് രക്ഷയൊന്നുമില്ലല്ലോ. അപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോടുള്ള ഈ എതിർക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ജൂതവിരോധമുള്ളവരാണ്. ജൂതവിരോധമുണ്ട്. അവർക്ക് ഇസ്ലാം എവിടെയാണോ അവിടം വിജയിക്കണം. നിങ്ങളിപ്പോ ബംഗ്ലാദേശിന്റെ അവസ്ഥ കണ്ടില്ലേ? എന്താ ബംഗ്ലാദേശിൽ നടക്കുന്നത്? ബംഗ്ലാദേശിനെ ബംഗ്ലാദേശാക്കി മാറ്റിയ മുജീബുർ റഹ്മാൻ എന്ന മനുഷ്യന്റെ പ്രതിമ ഏത് രൂപത്തിലാണ് ഈ ഭീകരർ തകർക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതാലോചിച്ചാൽ മതി, നമുക്ക് മനസ്സിലാകും. ബംഗ്ലാദേശില് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് അടുത്ത അധികാരം പിടിക്കാൻ പോകുന്നത്. പട്ടാള ഭരണമാണ്. ഇപ്പോ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചെറുതല്ല. അപ്പോ ഇവര് സംവരണത്തിനെതിരെ, അതായത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ 30% സംവരണം ഏർപ്പെടുത്തിയ നിയമത്തിനെതിരെ വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രക്ഷോഭം ഇന്നിപ്പോൾ
ഷെയ്ഖ് ഹസീനയുടെ രാജി ഉൾപ്പെടെ പ്രധാനമന്ത്രി പദം വിട്ടെറിഞ്ഞ് ഒളിച്ചോടി ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചതിന് ശേഷം ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ അടിച്ചും ഇടിച്ചും പച്ചയ്ക്ക് കത്തിച്ചും അവരെ വീടോടെ ചുട്ടെരിച്ചും അവരുടെ ആരാധനാലയങ്ങൾ തകർത്തും അല്ലാഹു അക്ബർ വിളികൾ മുഴങ്ങുകയാണെന്ന് ബംഗ്ലാദേശിന്റെ തെരുവോരങ്ങളിൽ. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് മുസ്ലിം പള്ളികളിൽ നിന്നും പ്രത്യേകമായ അറിയിപ്പുകൾ പുറത്തു വരുന്നു. കാരണം അവർക്ക് പോലും സഹിക്കാൻ സാധിക്കുന്നില്ല ഇവരുടെ ആക്രമണം. SSS എടാ ഒരു കാര്യം ചെയ്, എനിക്ക് പണിയുണ്ട്. നീ ഒരു കാര്യം ചെയ്, നിന്റെ ഉമ്മായെ കൊണ്ടുപോയി നിർത്താ പണിക്ക്. അതാകുമ്പോ എഫിഷ്യൻസി തെളിയിച്ച ആളും ആയിരിക്കും. ഞാനിനി ആ പണിയൊക്കെ പഠിച്ചെടുക്കണ്ടടാ, അത് പ്രയാസ. മോൻ ചെല്ല. അപ്പൊ ഉസ്താദിനെ കുറിച്ച് നിങ്ങളുടെയൊക്കെ നല്ല അഭിപ്രായമാണല്ലോടാ. എന്റെ ഉമ്മാടെ അടുത്ത് വല്ലോ ഏതെങ്കിലും ഉസ്താദ് വന്നാലേടാ, എന്റെ വാപ്പ കരുത്തനാണ്, കരുത്തന്മാരായ 5 ആൺമക്കൾക്ക് ജന്മവും നൽകിയിട്ടുണ്ട്. ഉസ്താദിന് പിന്നെ സുനയെന്നല്ല, കഴുത്തിന് മുകളിലേ തലയുണ്ടാകത്തില്ല. അയ്യാഗുണയായിട്ടുള്ള നിന്നെ പോലെ ഉമ്മായെ കൊണ്ട് പണം ഉണ്ടാക്കുന്ന മക്കളല്ല എന്റെ വാപ്പച്ച ഉണ്ടാക്കിയ മക്കള്. അതെ, ആർജവമുള്ള ഉശിരുള്ള ആൺകുട്ടികളാ. എന്റെ ഉമ്മാടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലേ നിന്റെ ഉസ്താദിന്റെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. തൽക്കാലം നിന്റെ ഉമ്മായെ കൊണ്ട് കൊടുക്കച്ചല്ല. പറയടാ, എന്റെ ഉമ്മായി പറയടാ നീ. എടാ വിസിബിളേ, നിന്റെ ഉമ്മ എങ്ങനാടാ പ്രസവിച്ചേ? പാപ്പ അറിഞ്ഞിട്ടില്ല അല്ലേ? സാരമില്ല, അപ്പ എന്തായാലും ഏറ്റെടുത്തില്ലേ. ആ സ്വഭാവം അല്ലടാ നീയൊക്കെയും കാണിക്കൂ. ആദ്യം നിന്റെ തള്ളയോട് പോയിട്ട് നിന്റെ തന്ത ആരാണെന്ന് ചോദിക്കടാ, പോടാ. മുഹമ്മദിന്റെ സംസ്കാരമാണ്. ഒരുത്തനെ എന്നെ കാണുമ്പം വേറെ ആരെയോ ഓർമ്മ വരുവാണെന്ന്. സാരമില്ലടാ, നല്ല ആളുകളെ ഒന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. ആദ്യമായിട്ടേ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. അതിനെ അങ്ങ് ശീലമായിക്കോളും, വിഷമിക്കാനൊന്നുമില്ല, ശരിയാവും. ഇനി സമൂഹത്തിൽ ഇറങ്ങിയിട്ടേ നല്ല നല്ല ആളുകളെ കണ്ടാൽ മതി കേട്ടോ. അവര് വഴിയൊക്കെ ഒന്ന് സഹകരിച്ചാൽ മതി, പ്രശ്നമില്ല. അപ്പോ മുസ്ലിം പള്ളികളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുവാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന്. രാജ്യത്തെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ കാവൽ നിൽക്കുന്ന മുസ്ലിം പൗരന്മാരുടെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ കാണും മതേതരന്മാരായിട്ടുള്ള ആളുകൾ. മതമൈത്രിയുടെ മറ്റൊരു മാതൃക കൂടി ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നു എന്ന ടൈറ്റിലോടുകൂടിയാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായിരിക്കുന്നത്. പ്രക്ഷോഭ രംഗത്തുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ ഒന്നായ ആന്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡൻസ് മൂവ്മെന്റിലെ അംഗങ്ങളാണ് ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ പള്ളിയുടെ ഉച്ചഭാഷണിയിലൂടെ നിർദ്ദേശം നൽകിയത്. പ്രിയ പൗരന്മാരെ, ആന്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന സംഘടനയിലെ അംഗങ്ങളായ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, രാജ്യത്ത് അശാന്തിയുടെ ഈ ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും സാമുദായിക സൗഹാർദ്ദം നിലനിർത്തണം. ഹിന്ദു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം. അവരുടെ ജീവനും അവരുടെ സമ്പത്തും ദുഷ്ടന്മാരിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കുക. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്, എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. എല്ലാവരും ജാഗരൂകരായിരിക്കുക. ഇതാണ് ഉച്ചഭാഷണിയിലൂടെ വിദ്യാർത്ഥി നേതാക്കൾ വിളിച്ചു പറഞ്ഞത്. അതുപോലെ
ഓൾ ഐസ് ഓൺ ബംഗ്ലാദേശ്, ബംഗ്ലാദേശി ഹിന്ദുസ്, ഈ ഹാഷ്ടാഗും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗം സൃഷ്ടിക്കുന്നു. ആഭ്യന്തര കലാപം രൂക്ഷമായ ബംഗ്ലാദേശില് കഴിഞ്ഞ ദിവസം മാത്രം ആക്രമണങ്ങളിൽ 135 പേരാണ് കൊല്ലപ്പെട്ടത്. സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം രാജിവെച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സഹോദരി ഷെയ്ഖ് രഹാനയും നിലവിൽ ഇന്ത്യയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. മറ്റൊരു രാജ്യത്ത് രാഷ്ട്രീയ അഭയം സ്വീകരിക്കേണ്ടി വന്നു അവർക്ക്. ആലോചിക്കണം, ഒരു പ്രധാനമന്ത്രിയാണ്. അവരുടെ വസതിയിൽ കയറി മൊത്തം കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇവരൊക്കെ ചായ ഇടുന്ന പാത്രവും തവിയും വരെ കൊണ്ടുപോയി പറയണോ? ഹസീന രാജിവെച്ചതിനെ തുടർന്ന് അവരുടെ ബംഗ്ലാവ്, ആഭ്യന്തരമന്ത്രിയുടെ, അതുപോലെ സുപ്രീം കോടതി ജഡ്ജിയുടെ ഒക്കെ വീടുകള് ഒക്കെ ഇവർ തീയിട്ടു. കലാപകാരികള് മുൻ ബംഗ്ലാദേശി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ മഷ്റഫി മൊർത്താസ, അയാളുടെ വീടും കത്തിച്ചു. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ പാർലമെന്റ് അംഗം കൂടിയാണ് ഈ മൊർത്താസ. ഈ അവാമി ലീഗിലെ ഓരോ നേതാക്കളെ വീതം തെരഞ്ഞു പിടിച്ച് ഇപ്പോൾ ഇവർ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താ? സമാധാനമാണോ? ആണോ? അല്ല. ഇപ്പോ ഇന്ത്യക്ക് ഇനി വലിയ ഒരു തലവേദനയാണ് ഇവര്. എങ്ങനെയാണെന്നറിയാമോ? ഭരണവിരുദ്ധ പ്രക്ഷോഭം നടക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് 205 പേരുമായി എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 6 കുട്ടികള്, 199 മുതിർന്നവര് ബുധനാഴ്ച രാവിലെയാണ് ധാക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയത്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണ് എന്ന് യാത്രക്കാരിൽ ഒരാളായ അർപ്പീദ് എന്ന ഇന്ത്യൻ പൗരൻ പറഞ്ഞതായിട്ട് ANI റിപ്പോർട്ട് ചെയ്തു. സംഘർഷങ്ങൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണ്. റോഡുകളും ഹൈവേകളും ഒക്കെ പ്രവർത്തന രഹിതമാണിപ്പോ. നാളെ മുതലെല്ലാം പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങും. ഫാക്ടറികൾ, ഓഫീസുകൾ, ബാങ്കുകൾ, കോളേജുകൾ, സ്കൂളുകളൊക്കെ ശരിയായി നടക്കാൻ പോവുകയാണെന്നും അർപ്പിതിനെ ഉദ്ധരിച്ച് NIA പുറത്തുവിട്ടിട്ടുണ്ട്. പരിഭ്രാന്തിയിലായിരുന്നോ യാത്ര എന്ന ചോദ്യത്തിന് അല്ലെന്നും എയർലൈനുകളെല്ലാം സർവീസ് നടക്കും. ഇതൊക്കെ ആരാ പറയുന്നതെന്നറിയാമോ? നമ്മുടെ മുക്കാൽവണ്ണം മാധ്യമവും ഒക്കെയാണ്. അവർക്ക് ബംഗ്ലാദേശികള്, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമികൾ അവിടെ കാണിച്ചു കൂട്ടുന്ന ഇത്തരം അതിക്രമങ്ങളെ വെള്ളപൂശണം, നിയന്ത്രണ വിധേയമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുമല്ലേ പൊതുനിരത്തുകൾ കത്തിക്കുന്നതും, ഓരോ പ്രതിമകളുടെ മുകളിൽ കയറി നിന്നും അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് അടിച്ചു പൊട്ടിക്കുന്നതും, അതിന്റെ മുകളിൽ അത്രയും ജനസാഗരം നോക്കി നിൽക്കുമ്പോൾ മുണ്ട് പൊക്കി മൂത്രമൊഴിക്കുന്നതൊക്കെ നമ്മൾ കാണുവാണ്. അതൊക്കെ നമ്മൾ കാണുവാണ്. എന്നിട്ടും പറയുന്നു റോഡൊക്കെ പ്രവർത്തനക്ഷമമാണ്. കത്തിക്കരിഞ്ഞു പോയി ബംഗ്ലാദേശ് മുഴുവനും. എന്നിട്ട് ഇപ്പോഴും ഇവര് പറയുന്നത്, അതായത് മുക്കാൽവണ്ണിന്റെ ആശയം തന്നെയാണല്ലോ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഈ കലാപകാരികളുടെ ആശയവും. അവരെ വെള്ളപൂശേണ്ടുന്ന ഒരു ബാധ്യത കൂടി ഇവർക്കുണ്ടല്ലോ. അവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നിവർക്ക് സ്ഥാപിച്ചെടുക്കണമല്ലോ. ഇവര് ലോകത്തിൽ എവിടെയാണ് ഇല്ലാത്തത്? ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ തീവ്രവാദികളില്ലേ? ഓരോരോ പേരുകളിലാണെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഒരിടത്ത് ലഷ്കർ ഇ തൊയ്ബ, മറ്റൊരിടത്ത് അൽ ഖ്വയ്ദ, ഇനി ഒരിടത്ത് ഐസിസ്, മറ്റൊരിടത്ത് പോപ്പുലർ ഫ്രണ്ട്, ഒരിടത്ത് ഹൂതികൾ, മറ്റൊരിടത്ത് ഹിസ്ബുള്ള, വേറൊരിടത്ത് ഹമാസ്. ഓരോ പേരുകളിലായി ഇവർ ലോകത്തിന്റെ സകലമാന മേഖലകളിലും സജീവമായി സാന്നിധ്യങ്ങൾ ഉറപ്പുവരുത്തുന്നു. എന്തിനാണെന്നറിയാമോ? അവർക്കൊരു കുഞ്ഞ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ. കാരണം അവിടെയൊക്കെയുള്ള മുഴുവൻ അമുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്ത് അവര് മാത്രം മതി ആ രാജ്യത്ത്.
അങ്ങനെ കാഫിറുകളെ മുഴുവനും ഇല്ലാതാക്കി അവർക്ക് ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി അവരിറങ്ങി തിരിച്ചതാ. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശില് ഈ സംവരണത്തിനെതിരെ തുടങ്ങിയ ഈ പ്രക്ഷോഭം ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്നത്? ബംഗ്ലാദേശ് ഇപ്പോ പാകിസ്ഥാൻ ആയിക്കൊണ്ടിരിക്കുവല്ല, ആയിക്കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. ആ മനുഷ്യന്റെ പ്രതിമയിലേക്ക് ചവിട്ടിക്കയറി ആ പ്രതിമയ്ക്കു മുകളിൽ മൂത്രമൊഴിക്കുകയും ചുറ്റികയിട്ട പ്രതിമയുടെ മുകളിൽ അടിച്ചു പൊട്ടിക്കുകയും ആ പ്രതിമയോട് ഒരുപാട് ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഒരു 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 ദൃശ്യം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ആ പലസ്തീന്റെ രാഷ്ട്രപിതാവാണ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ. ആ പ്രതിമയ്ക്ക് മുകളിൽ കയറി മൂത്രമൊഴിക്കുക, അടിച്ചു തകർക്കുക, ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തതുപോലെ കൃത്യമായി പാകിസ്ഥാന്റെ പിന്തുണയോടെ വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട് അവരെ ഇരകളാക്കിക്കൊണ്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതമൗലികവാദികളുടെ അജണ്ടയാണ് വിജയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും അത് തന്നെ. ഒരു 9 വയസ്സുകാരനെ മുന്നിൽ നിർത്തി അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വീട്ടിൽ കാത്തു വെച്ചോളാൻ പറഞ്ഞില്ലേ? കൃത്യമായി രാജ്യം ഇടപെട്ടതുകൊണ്ട് ഒരു വലിയ കലാപമുണ്ടാകാതെ, ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടാകാതെ അതിൽ നിന്ന് നമ്മൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അവാമി ലീഗിന്റെ നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ഷെയ്ഖ് ഹസീന, ബംഗ്ലാദേശിന്റെ ഉരുക്ക് വനിത എന്നറിയപ്പെട്ടിരുന്ന സ്ത്രീ, അവര് പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഓടിയതോടെ ആ രാജ്യത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നരനായാട്ട് നടക്കുന്നെങ്കിൽ ഇതുവരെ ഇവരെ നിയന്ത്രിച്ചിരുന്നത് ഈ ഒരു സ്ത്രീയല്ലേ? ജയിലുകളിലെ ഭീകരവാദികളെ അതിനകത്ത് തന്നെ ആജീവനാന്ത കാലം അടച്ചു പൂട്ടാൻ ഇവരല്ലേ തീരുമാനിച്ചത്? ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് പിന്നാലെ ഭീകരരെ ജയിലുകളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു. 24 മണിക്കൂറിനുള്ളിൽ 500ഓളം ആളുകളാണ് ആ രാജ്യത്ത് മരിച്ചു വീണത്. 500 പേര് ഒരു കലാപത്തിൽ മരിച്ചു വീഴുവാണ്. ഇത് ഒരു ചെറിയ പ്രക്ഷോഭമാണോ? ഇത് വിദ്യാർത്ഥി പ്രക്ഷോഭം സംവരണത്തിനെതിരെ മാത്രമുള്ളതായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികളും സിഖ് ദേവാലയങ്ങളും, സിഖുകാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവരോട് എന്തു ചെയ്തു? എന്തിനാണ് ഈ വ്യാപകമായിട്ട് ആ പാവങ്ങളെ ആക്രമിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇവരെ എന്തു ചെയ്തു? ഭരണകക്ഷിയായ അവാമി ലീഗ് നേതാക്കൾ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്നു. ഇവർക്കറിയുന്നതും അറിയാത്തതുമായ അവാമി ലീഗിന്റെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ആളുകളെ വീട്ടിൽ കയറി വെട്ടുന്ന, തീ വയ്ക്കുന്ന ഒരു രീതി. ആരെങ്കിലും ഈ വീട്ടിനകത്ത് നിറങ്ങി രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അടുക്കളയുടെ വാതിലിന്റെ അവിടെ ആയുധവുമായി നിൽക്കുന്ന ഈ ഭീകര ഷെയ്ഖ് ഹസീനയുടെ പാത പിന്തുടർന്ന പാർട്ടി നേതാക്കളിൽ പലരും ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തരം ഒരുപാട് രക്തരൂക്ഷിതമായ കലാപങ്ങൾക്ക് സാക്ഷിയായ മണ്ണാണ് ബംഗ്ലാദേശ്. 1971 സ്വാതന്ത്ര്യ സമരത്തിൽ 30 ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള റസാക്കർമാർ എന്ന സംഘത്തിന്റെ സഹായത്തോടെ പാകിസ്ഥാൻ പട്ടാളവും ഉണ്ടായിരുന്നു. വർഗീയവാദികളുമൊക്കെ അതിൽ അഴിഞ്ഞാടി. ഇവരുടെ നരനായാട്ടിൽ 10 ലക്ഷം മുതൽ 40 ലക്ഷം വരെ സ്ത്രീകളെ ഇവർ ബലാത്കാരം ചെയ്തു. ഈ റേപ്പിന്റെ ഫലമായി 25,000 മുതൽ 2 ലക്ഷം വരെ ഗർഭധാരണങ്ങൾ നടന്നു.
റസാക്കർമാരുടെ ബീജത്തിൽ നിന്നുണ്ടായ അനാഥരായ 10,000-കണക്കിന് പേര് ഇന്നും ആ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ആ നാടിന് പറയാൻ ഒരുപാട് ചരിത്രമുണ്ട് നമ്മോട്. ആ നാട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണുകൂടിയാണ്. നമുക്കറിയുന്നതും അറിയാത്തതുമായ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടാത്തതുമായ അനേകായിരം കഥകളുണ്ട്, അനുഭവ സമ്പത്തുകളുണ്ട് ആ രാജ്യത്തിന്. ഈ യുദ്ധമൊക്കെ, ഇന്നത്തെ ഈ കലുഷിതമായ സാഹചര്യമൊക്കെ വെറും ടെസ്റ്റ് ഡോസുകൾ മാത്രമാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം സാമ്പിള് മാത്രമാണ്. നമ്മൾ കണ്ടില്ലേ ഒരു ക്രൗഡ്? എന്തിനായിരുന്നു ആ ക്രൗഡ്? ഷെയ്ഖ് ഹസീനയുടെ ബ്രായൻ ജെട്ടിയും തൂക്കിപ്പിടിച്ച് ഒരു വലിയ ജനസമുദ്രം റോഡിലൂടെ ഒഴുകുന്നു. എന്തിനാണെന്നറിയാമോ? മനസ്സിലായോ? ഇവരുടെ ലൈംഗിക വൈകൃതങ്ങളാണ് ഇവര് ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിന് മനസ്സിലായത് ഇറാൻ എന്തോ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടെന്ന്. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്നും രാജിവെച്ച് ഇന്ത്യയിൽ എത്തിയപ്പോഴാണ് അവർ മാറി നിന്ന് നോക്കിക്കാണുന്നത് ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യമല്ലേ എന്ന്. അതായത് ബംഗ്ലാദേശിൽ ഇന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കലാപ സാഹചര്യങ്ങളൊക്കെ തന്റെ രാജിക്കു വേണ്ടി മാത്രമായിരുന്നില്ല, ന്യൂനപക്ഷങ്ങളുടെ ഉന്മൂലനം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു എന്ന് ഇന്ന് അവര് തിരിച്ചറിയുവാണ്. അതാ ഇപ്പോ ഹിജാബ് സമരം നമുക്ക് ഓർമ്മയില്ലേ? കർണാടകയിലൊക്കെ എന്ത് പറഞ്ഞിട്ടായിരുന്നു? അതെ, സിയ ഒരു കാര്യം ചെയ്, ഇറങ്ങിപ്പോയിക്കോ, നിന്നെ ആരും നിർബന്ധിച്ചിട്ടില്ലല്ലോ കേൾക്കാൻ. എന്താടി നിനക്ക് അടിയും തന്ന് നിന്നെ ഇവിടെ പിടിച്ചോണ്ട് നിർത്തിയോ? മര്യാദയ്ക്ക് കേട്ടോളാൻ, ഇറങ്ങിപ്പോടി. നിന്നെയൊക്കെ ആരാടി ഇവിടെ വിളിച്ചേ? നിന്നെയൊക്കെ പറഞ്ഞു വിടുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എന്തിനെ കാണാൻ താല്പര്യമില്ലാത്തവർ ഇതിനകത്തേക്ക് വലിഞ്ഞു കീറുന്നത്? കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ കാണണ്ട, കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ കേൾക്കണ്ട. പോയിക്കോ. അബീദ്, എന്റെ തന്ത എന്തായാലും നിന്നോട് പറയത്തില്ല, നിന്റെ മൂഞ്ചി പിടിച്ച് ചപ്പിച്ചിട്ടുണ്ടാവും. എന്നാല് സൽമാനുൽ ഫാരിസ് നബിയെ വിളിച്ചതാന്നോടാ? ശരി, നബിയെ അതൊന്നും അല്ലടാ വിളിക്കേണ്ടത്. അന്തസ്സായിട്ട് നല്ലതുപോലെ തെറി വിളിക്കണം. ഇങ്ങനെയൊന്നും വിളിച്ചാലൊന്നും നബിക്ക് എറിക്കത്തില്ല. നീ ഈ പറഞ്ഞ ചീത്തകളെല്ലാം നബിക്ക് നന്നായി ചേരും. അതൊക്കെ വിളിക്കണോടാ. ഇവർക്ക് കിളവികളെ പറ്റില്ല കേട്ടോ. സ്വർഗത്തിലും 72 ഹൂറികളെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് കുറച്ച് വയസ്സും പ്രായവും ഒക്കെയുള്ള ആളുകളെ കാണുമ്പോൾ ഇവർക്ക് വലിയ പ്രശ്നമാണ്. ഇവർക്ക് കിളുന്തുകളൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഓക്കെയാ. എൻ്റെ മോന് 20 വയസ്സുണ്ട്, അപ്പൊ പിന്നെ ഞാൻ കിളവിയല്ലേ, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ആണുങ്ങളെ പിടിക്കണ്ട, പുതിയൊരു പ്രപ്പോസൽ നോക്കുന്നുമില്ല, കരുത്തനായ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടെങ്കിലും കരുത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. എന്തായിരുന്നാലും നിന്റെ മമ്മദിനെ പോലെ ഞാൻ ഭാര്യയുടെ അഭാവത്തിൽ വേറൊരുത്തനെ പിടിച്ച് കിടത്തത്തില്ല, ഭാര്യയുടെ അഭാവത്തിൽ വേറൊരുത്തിയെ പിടിച്ച് കിടത്തിയതുപോലെ ഞാനത് ചെയ്യത്തില്ല. പോരെ? ഹർഷാന്തടിയലർക്കും പണി കൊടുക്കാൻ വന്നതാ? നിന്റെ നാട്ടിലുള്ളവന്മാർക്കൊക്കെ പണി കൊടുത്തു കഴിഞ്ഞോ? നബിക്കും ഇത് തന്നെയായിരുന്നു പണി. നാട്ടിലുള്ള സകലമാന പെണ്ണുങ്ങൾക്കും പണി കൊടുക്കലായിരുന്നു പണി. അങ്ങനെ പണി കൊടുത്ത് അവസാനം ഒരു ജൂതപ്പെണ്ണ് നല്ലൊരു പണിയും കൊടുത്തു, വിഷം കൊടുത്തു.
അതുകൊണ്ട് അതോടുകൂടി ആ ശല്യം അങ്ങ് തീർന്നു കിട്ടി. ഇതൊക്കെ നീയൊക്കെ അല്ലടി പറയിപ്പിക്കുന്നേ അല്ലേ? ഞാൻ മര്യാദയ്ക്ക് എൻ്റെ ബംഗ്ലാദേശ് വിഷയമായിട്ട് മുമ്പോട്ട് പോകത്തില്ലേ? കയറി വന്ന് കുഴി കിടക്കുന്ന നബിയെ പറയിപ്പിച്ചാൽ അങ്ങനെ ഇരിക്കും. പറയിപ്പിച്ചാൽ പിന്നെ പറയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതല്ല ഗിരീഷേ, ബംഗ്ലാദേശിൽ ബോംബ് പൊട്ടുന്നതിനെ കുറിച്ചിട്ടല്ല എൻ്റെ ആകുലത. ഇവരൊക്കെ ഇന്ത്യയിലേക്ക് കയറി വന്നാലുള്ള അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ മനസ്സിലായോ CAA എന്തിനാണ് ഇന്ത്യ നടപ്പിലാക്കിയതെന്ന്? അവരെ അവിടെ നിന്ന് സംരക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവരൊക്കെ കൊല്ലപ്പെടും, അതല്ലെങ്കിൽ നാട് കടത്തപ്പെടും. അതുമല്ലെങ്കിൽ ഇവരെ കൊല്ലപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ നിർബന്ധിപ്പിച്ച് മതം മാറ്റപ്പെടുകയോ ചെയ്യും. സീന നൗഷാദ്, നിന്റെ തന്തയാടി നായെ. വിളിക്കടി, ഇനി വിളിക്ക്. എന്തിനീ നിനക്കൊക്കെ മാത്രമേ തെറി വഴങ്ങത്തുള്ളൂ? നിനക്കൊക്കെ മാത്രമേ തന്തയ്ക്ക് വിളി വഴങ്ങത്തുള്ളൂ? വിളിക്കടി, ഇനിയും വിളിക്കടി. വേറൊരുത്ത വന്നിട്ട് ഒന്ന് നിർത്താമോ? ഇവനൊക്കെ എന്തിന്? ഒന്നാമത്തെ കാര്യം, ഇവർ 3.5 വയസ്സ് മുതൽ മദ്രസയിൽ പോയത് കൊണ്ട് ഷബിന മൻസൂർ നിന്റെ തന്തയാണ് നായ. നിന്റെ തന്തയുടെ തന്ത, നിന്റെ ഉമ്മ അതിനെക്കാട്ടി പുഴുത്ത പട്ടി. വിളിക്കേ. ഏതോ ഒരു തമിഴൻ വന്നിട്ടുണ്ട്. നിന്റെ തന്തയെ പോയി വിളിക്കച്ചല്ലേ. ഹനീഫ, നിന്റെ ഉമ്മാക്കില്ലടാ. നിന്റെ ഉമ്മ അത് വിറ്റാ ജീവിച്ചുകൊണ്ടിരിക്കുന്നേ. കൊച്ചേ, നബിക്ക് ഈ ഒരു വിഷയമല്ലേ കൊച്ചേ പ്രിയപ്പെട്ടത്? ഷമീം, എനിക്ക് തള്ളയുണ്ട്. നിന്റെ തന്ത എവിടെ കൂടെ പോയിട്ടാടാ നിന്നെ ഉണ്ടാക്കിയത്? എനിക്ക് തന്ത ഉണ്ട്, നിനക്കോ? ഇത് എൻ്റെ ലൈവ്, എനിക്ക് ഇഷ്ടമുള്ളത് പറയും. നിനക്കൊക്കെ സൗകര്യമുണ്ടെങ്കിൽ കേട്ടാ മതി. സൗകര്യമില്ലേ, ഇറങ്ങിപ്പോയിക്കോ. വലിഞ്ഞു കയറി ഇതിനകത്ത് വന്നിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഈ മൂലക്കിരിക്കാമെന്ന് വിചാരിക്കണ്ട. അപ്പോഴേ നിന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാനും നിന്നെ ഇറക്കി വിടും. ചെല്ല്. ഷാഹുൽ ഹമീദേ, നിന്റെ മമ്മദിനെക്കാട്ടി സംസ്കാരം ഉണ്ടടാ. നിന്റെ മമ്മദിനെക്കാട്ടി സംസ്കാരം ഉണ്ടടാ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സകലമാന മനുഷ്യനും. സൗകര്യമുള്ള കമന്റേ നിന്റെ വീട്ടിൽ പോയിട്ട് ചെല്ല. ആ സൗകര്യമില്ലാത്ത, എനിക്ക് താല്പര്യമില്ലാത്ത ആളുകളെ ഒക്കെ ഇതിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിക്കാൻ ഒരു ഓപ്ഷൻ എനിക്ക് ഗൂഗിൾ തന്നിട്ടുണ്ട്, യൂട്യൂബ് തന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ഇതുപോലെയുള്ള ബലാക്കളെ, ചവറുകളെ ഒക്കെ എടുത്ത് വേസ്റ്റിലേക്ക് ഇടാൻ. അത് പിന്നെ ഞാൻ പ്രയോജനപ്പെടുത്തണ്ടേ? ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യാതിരിക്കും. അതായത് മുഹമ്മദ് കരീം, മുഹമ്മദ് എന്താ ചെയ്തേന്നു? മുഹമ്മദ് എന്താടാ ചെയ്യാത്തത്? മുഹമ്മദിന്റെ പിൻപറ്റാൻ പറ്റുന്ന ഒരു മാതൃകയൊന്ന് പറയടാ നീയൊക്കെ ഇക്കാലത്ത്. പറ, ഒരെണ്ണം പറയടാ, ഒരെണ്ണം. അനാവശ്യം കുറയ്ക്കാനോ? എടാ, ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ഒരുത്തം വന്ന് തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അവന്റെ തന്തയ്ക്കും വിളിക്കണ്ടേ? അതും ആവശ്യമല്ലേ? മുഹമ്മദ് കരീം, അതെ, 5 വയസ്സുള്ള ബാലിക വീട്ടിനകത്ത് പെരനിറഞ്ഞു നിന്നപ്പോ അവൾക്കൊരു ജീവിതം കൊടുത്തു. റയ്യാൻ, നിന്റെ തന്തയാടാ നായിന്റെ മോന്. ചെല്ല, നീ അതിനേക്കാട്ടിൽ വലിയ നായിന്റെ മോന്. നിന്റെ തന്ത അതിനേക്കാട്ടിൽ വലിയ നായിന്റെ മോന്. വിളിക്കരുത് എന്ന് വിചാരിക്കുന്നതാണ്, പക്ഷേ വിളിച്ചു പോകുന്നത്. ചോദിച്ചു വാങ്ങിച്ചാൽ എന്തോ ചെയ്യും? കൊടുക്കുകയല്ലാതെ. അപ്പോ ഈ ബംഗ്ലാദേശികൾ കൂട്ടമായി ഇന്ത്യയിലേക്ക് വലിഞ്ഞു കയറിയിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല. മതത്തിന്റെ പേരിൽ വിവേചനം അനുഭവിക്കുന്ന അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 7 വിഭാഗത്തിലുള്ള മതവിഭാഗങ്ങളെ സംരക്ഷിക്കേണ്ടത്, അവർക്ക് പൗരത്വം നൽകേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ കടമയാണ്. അത് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ കയറി വരുന്നതൊക്കെ കാക്കാകാലന്മാരാണോ എന്നറിയില്ല.
എന്തായിരുന്നാലും ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുക എന്നതുവഴി ഇന്ത്യ ബംഗ്ലാദേശിനെ ശത്രുവാക്കിയിട്ടുണ്ട്. മറ്റൊരു രാജ്യവും ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു സംരക്ഷണം നൽകാൻ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഇന്ത്യ അതിന് തയ്യാറായി. കാരണം ഇന്ത്യ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ചാനലോ ഒരു വ്യക്തിയോ താല്പര്യമില്ലെങ്കിൽ അവരെന്തു പറഞ്ഞു എന്ന് പോലും ഞാൻ നോക്കാറില്ല. കാരണം അതൊരു സംസ്കാരമാണ്. ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ. നമുക്കിപ്പോൾ ഒരാളുടെ വീഡിയോ കാണുന്നത് ഇഷ്ടമല്ല, നമ്മളതങ്ങ് ഒഴിവാക്കും. അതല്ലാതെ അവരുടെ ലൈവിൽ കയറി ചെന്നിട്ട് ഇറങ്ങിപ്പോടി എന്ന് പറയണമെങ്കിൽ അവിടെ നമ്മളല്ലേ വലിഞ്ഞു കയറി വന്നത്. ഇതൊക്കെ പറയാം നീ ആരാന്ന്. വിവരമില്ലാത്ത മദ്രസ വട്ടന്മാരെ എല്ലാം കൂടി ഒരുമിച്ച് കയറി വന്നിരിക്കുവാണ് ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ. അതെ, ഇസ്രായേലിനോട് എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് എന്തായി? ഇസ്രായേൽ കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ടിരിക്കുക. സമതിന്റെ ഉമ്മ ഭ്രാന്തിയാണെന്നാ? ആ എടാ, സാധാരണ ഭ്രാന്ത് തന്നെയല്ലേ. മറ്റേ ഭ്രാന്താണെങ്കിൽ സൂക്ഷിക്കണം കേട്ടാ. വാപ്പാക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ? ഇവര് 3 വയസ്സ് മുതൽ നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും സിക്കാത്തിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ അന്യമത വിരോധങ്ങൾ കൂടിയാണ് പഠിക്കുന്നത്. മദ്രസയിൽ നിന്നും ഇവർക്ക് ഒരു രൂപത്തിലുള്ള കൾച്ചറും ലഭിക്കുന്നില്ല. അതുകൊണ്ട് മറ്റൊരു ചാനലിൽ വേറൊരു സ്ത്രീ അവർക്ക് സൗകര്യമുള്ളത് അവരുടെ അറിവിൽപ്പെട്ടത് സംസാരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു ലൈവ് ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ കാണണ്ട. അതൊരു കൾച്ചറാണ്. അത് നമ്മൾ നമ്മുടെ പൊതുബോധത്തിൽ നിന്നും നേടിയെടുക്കേണ്ടുന്ന ഒരു സംസ്കാരമാണ്. ഇപ്പൊ എനിക്കിഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒന്നും വീഡിയോയുടെ 7 അയലത്തെ പോലും ഞാൻ പോകാറില്ല. അവരെന്ത് പറയുന്നു എന്ന് നോക്കി ഞാൻ ഇരിക്കാറില്ല. ഇനി അവരെ മറ്റുള്ളവർ വന്ന് തെറി പറഞ്ഞാൽ പോലും ഞാൻ ആ ഭാഗത്തേക്കേ പോകാറില്ല. പക്ഷെ ഇവർക്ക് മദ്രസ ബുദ്ധിയാണ്. അതുകൊണ്ട് ബോധമില്ല, സംസ്കാരമില്ല. അതുകൊണ്ട് ഇവരെയൊക്കെ ഒഴിവാക്കേണ്ടി വരുന്നതാണ്. കാരണം ഇത്തരം ആളുകളുടെ വ്യൂ എനിക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ഏതാണ്ട് നിർത്താൻ സമയമായിട്ടുണ്ട്. നീ ഏതാടിയെന്നോ? ഇവനോടൊക്കെ ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുക്കണോ? സക്കീർ, നിന്റെ വാപ്പ ഇട്ടൊരു സ്കൂളുണ്ടല്ലോടാ, ആ സ്കൂളിലെ ടീച്ചർ. എന്തേ ഇവരോടെ ഒഴിവാക്കണം, ഇവർക്ക് മറുപടി പറയരുത് എന്ന് എന്നും വിചാരിക്കും. പക്ഷേ ഇടയ്ക്കൊന്ന് അങ്ങോട്ട് നോക്കിപ്പോയി കഴിഞ്ഞാൽ തെറിവിളി വരും. അപ്പം മറുപടി പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ശുഭരാത്രി. എൻ്റെയൊക്കെ കൾച്ചർ കണ്ടു. എടി പൂടി മറ്റവളെ തെറിയല്ലാതെ പറയില്ല. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി.